ഉള്ളടക്കത്തിലെ ഷേബ ക്യാരക്ടർ ചെയ്ത സ്മൃതി ഉണ്ട്. സ്മൃതി, വെൽക്കം. താങ്ക് യു. ഹായ് ആശിഷ്. നിങ്ങൾ വളത്തിന്റെ ഗുണമായിരിക്കും ഇവിടെ കാണിക്കുന്നത്. ഇനി ഈ വീട്ടിൽ എന്തൊക്കെ ഉണ്ട് ഞാൻ അറിയാൻ. ഇങ്ങനെ അലൻസിയറിന്റെ മുഖത്ത് നോക്കി അത് പറയുമ്പോ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നോ? പേടി അലഞ്ചേരേട്ടൻ മാത്രല്ലല്ലോ, അവിടെ ഓൾ ദി ലെജൻഡ്സ് എന്ന് പറയാം. ജയ ചേച്ചി ഉണ്ടായിരുന്നു, അതുപോലെ പാർവതി, പിന്നെ സിസ്റ്ററിന്റെ ക്യാരക്ടർ ചെയ്ത റോസമ്മ. അപ്പൊ ഇവരെല്ലാരും എനിക്ക് തോന്നുന്നു മിക്കവരും തിയേറ്റർ ആർട്ടിസ്റ്റുകളാണ്. അപ്പൊ ഇവരുടെ എല്ലാവരും എന്റെ സീനിയേഴ്സുമാണ്. അപ്പൊ ഇവരുടെ എല്ലാവരുടെയും മുമ്പിൽ നിന്നിട്ട് ഇങ്ങനെയൊക്കെ പറയാന്ന് പറയുമ്പോ തന്നെ പിന്നെ നമ്മൾ കുറെ ദിവസങ്ങളായിട്ട് ഇവര് ഷൂട്ട് ചെയ്യുന്ന ഏകദേശം ഒരു ലാസ്റ്റിലേക്ക് എൻഡിങ്ങിലേക്ക് വരുമ്പോഴാണ് ആ സംഭവം വന്നത്. അതുകൊണ്ട് പിന്നെ അങ്ങനെ നമുക്ക് അത്രയും വലിയൊരു ഇതില്ല. എന്നാലും ടെൻഷൻ വേറെ ഒന്നുമല്ല, ക്രിസ്റ്റോയ്ക്ക് ഇഷ്ടപ്പെടുവോ, ഓക്കെ ആവുമോ, ഇത് എത്ര പ്രാവശ്യം ചെയ്യേണ്ടി വരും. കാരണം ഞാനൊരാള് കാരണം ഇത്രയും പേര് പിന്നെയും പിന്നെയും ചെയ്യേണ്ടി വരികയാണ്. സോ ആ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ടെൻഷൻ നല്ലോണം ഉണ്ടായിരുന്നു. എനിക്കിപ്പോ ചേച്ചിയുടെ കൂടെ സ്പെഷ്യലി ചെയ്യുന്ന സീൻസ് ഒക്കെ വരുമ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ചേച്ചിയെ കൊണ്ട് നമ്മൾ എത്ര പ്രാവശ്യം ബുദ്ധിമുട്ടിക്കേണ്ടി വരും, അങ്ങനെ ഒരു ടെൻഷൻ. പക്ഷെ നമ്മളുടെ കൂടെ ചേച്ചി നിന്ന് കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാ ടെൻഷനും പോകും. അതുപോലെ നമ്മളെ ഭയങ്കര കൂളാക്കും ആള്. ഭയങ്കര സപ്പോർട്ടീവ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. എനിക്ക് എന്താ പറയാ, കരയാൻ വരെ ചില സമയത്ത് നാച്ചുറൽ ആയിട്ട് നമുക്ക് കുറെ പ്രാവശ്യം 1-2 പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്കും ക്രിസ്റ്റോയ്ക്ക് ഇനിയും ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2 പ്രാവശ്യം കൂടി ചെയ്യേണ്ടി വന്നു കഴിയുമ്പോൾ ഗ്ലിസറിൻ തരാൻ വേണ്ടിയിട്ട് ചേച്ചി എന്നെ കയ്യിൽ പിടിച്ചു. ചേച്ചി പറഞ്ഞു, മേക്കപ്പ് മാനോട് പറഞ്ഞു, പോ ഞാൻ പിടിച്ചോളാം, ഞാൻ ആവശ്യത്തിന് കൊടുത്തോളാം. ഞാൻ ഓപ്പോസിറ്റ് സൈഡിൽ ഇരുന്നിട്ട് എനിക്ക് ആവശ്യത്തിന് ഗ്ലിസറിനൊക്കെ തരുമായിരുന്നു ആള്. അപ്പൊ അങ്ങനെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ടെൻഷൻ ഉണ്ടായിരുന്നു സത്യമായിട്ടും. കാരണം ഇത്രയും വലിയ മീൻസ് ഒരു ടീമിന്റെ കൂടെ വർക്ക് ചെയ്യുക, ഇത്രയും വലിയ പ്രൊഡ്യൂസേഴ്സ്, ഇത്രയും വലിയ ആർട്ടിസ്റ്റുകൾ. നമുക്ക് മനസ്സിലാവുന്നുണ്ട് ആ സിറ്റുവേഷൻ ആൻഡ് ഹൗ ദേ വർ കോഓപ്പറേറ്റിംഗ് ആൻഡ് സപ്പോർട്ടിങ് യു, ഹെൽപ്പിംഗ് യു ടു ഗിവ് യുവർ ബെസ്റ്റ്. അപ്പൊ ഇപ്പൊ പുറത്തിറങ്ങുമ്പോ ആളുകളൊക്കെ തിരിച്ചറിയുന്നുണ്ടോ, എങ്ങനെയാണ്? തിരിച്ചറിയാൻ തുടങ്ങിയിട്ടില്ല. കാരണം ഞാൻ ജസ്റ്റ് ഒരാഴ്ച മുമ്പാണ് ഈ മുടി ഒന്ന് ഇങ്ങനെ ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് ചെയ്തത്. എന്റെ അമ്മ പറയണത് അതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ്ലി നീ ലുക്ക് മാറി, നീ എന്തിനാ ഇങ്ങനെ ചെയ്തേ ഇപ്പൊ എന്ന് അമ്മ ചോദിക്കുന്നത്. ഞാൻ കാരണം ഈ സിനിമ ഇറങ്ങുന്നത് ഞാൻ സത്യമായിട്ടും വിചാരിച്ചിട്ടല്ല ചെയ്തത്. അത് ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഒരു ഭയങ്കര ട്രാൻസ്ഫോംഡ് ലുക്കാണ് അതിൻ്റെ അകത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ബേസിക്കലി റോ എന്ന് പറഞ്ഞാൽ വളരെ റോ ആയിട്ടുള്ള ഒരു ലുക്കാണ് അതിൻ്റെ അകത്ത്. പിന്നെ കോസ്റ്റ്യൂംസ് ഒക്കെ ഞാൻ ഒരിക്കലും യൂസ് ചെയ്യാത്ത ടൈപ്പ് കോസ്റ്റ്യൂംസ് ആണ് അതിൻ്റെ അകത്ത് ഷേബയുടെ. അപ്പൊ കംപ്ലീറ്റ്ലി ലുക്ക് വൈസ് ഞാൻ ഷേബയായി മാറിയായിരുന്നു. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഷേബയുടെ കുറെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ കുറെ മാനറിസംസ് ഒക്കെ പിന്നീട് എന്റെ മേത്ത് ഇങ്ങനെ എന്താ പറയാ, തേച്ചാലും കുളിച്ചാലും പോവാത്ത രീതിയിൽ ഇങ്ങനെ പതിഞ്ഞു പോയിട്ടുണ്ടോ എന്ന് വരെ ഫീൽ ചെയ്യാറുണ്ട് ചില സമയത്ത്. ഇപ്പോഴും അതിന്റെ ഒരു ഷാഡോ ഇപ്പോഴും ഉണ്ടോ എന്ന് ഇങ്ങനെ ചില സമയത്ത് ഒരു ഫീൽ ചെയ്യാറുണ്ട് എനിക്ക്. ദാറ്റ് ഇസ് ബിക്കോസ് അതിനു വേണ്ടിയിട്ട് നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഒരുപാട് ആഗ്രഹിച്ചും ഇഷ്ടപ്പെട്ടും ചെയ്ത ഒരു സംഭവം കൂടിയാണ്, ഒരു ക്യാരക്ടറും കൂടിയാണ്. അപ്പൊ മേ ബി ബിക്കോസ് ഓഫ് ദാറ്റ് ഇറ്റ് ഇസ് വെരി ഡിയർ ടു മീ. അതുകൊണ്ടായിരിക്കും ചിലപ്പോ. ഈ ക്യാരക്ടറിന് വേണ്ടി അങ്ങനെ എന്തെങ്കിലും പ്രിപ്പറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നോ? പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ ഡയറക്ടോറിയൽ സൈഡിൽ നിന്ന് നല്ല രീതിയിലൊരു പ്രിപ്പറേഷൻസ് ഉണ്ടായിട്ടുണ്ട്. കാരണം ഓഡിഷൻസ് തന്നെ ഞാൻ അറ്റൻഡ് ചെയ്ത് എനിക്ക് തോന്നുന്നു അറൌണ്ട് ഒരു 18 ആൾക്കാർ ഞങ്ങളുടെ ടീമില്. അതായത് എന്നെ ഇതിൻ്റെ അകത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഒരു ഓഡിഷൻ നടക്കുന്നുണ്ട്. വർഷ കാസ്റ്റിംഗ് ഏജൻസി ഇങ്ങനെ ഒരു ഓഡിഷൻ നടത്തുന്നുണ്ട്, 2-3 പ്രോജക്ട്സിന് വേണ്ടിയിട്ടാണ് നടത്തുന്നത് എന്ന് പറഞ്ഞിട്ട് എന്നെ ഇതിലേക്ക് എന്താ പറയുക, ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് എൻ്റെ അടുത്ത് പറയണത് എൻ്റെ ഫ്രണ്ട് ഫ്രാങ്കോ ആണ്. ഫ്രാങ്കിൻ ഫിലിംസ് എന്ന് പറഞ്ഞിട്ടൊരു കാസ്റ്റിംഗ് കമ്പനി എല്ലാം ഉണ്ട്. ഹീസ് ഡൂയിങ് കാസ്റ്റിംഗ്, തിയേറ്റർ വർക്ക്ഷോപ്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറെ സമയം ഫ്രാങ്കോനെ അറിയാമായിരിക്കും, നമ്മുടെ പ്രേമം എന്ന് പറഞ്ഞ സിനിമയില് മേരിയുടെ അപ്പനായിട്ട് ആക്ട് ചെയ്ത ആളാണ്. അപ്പൊ ആളാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അറൌണ്ട് എനിക്ക് തോന്നുന്നു 18 ആർട്ടിസ്റ്റുകളെ ആൾ അറേഞ്ച് ചെയ്തിട്ട് ഇതുപോലെ ഓഡിഷന് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും പോയിട്ട് എല്ലാവർക്കും 3 to 4 റൗണ്ട്സ് ഓഫ് എന്താ പറയാ ഓഡിഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ എന്താണെന്നറിയില്ല, മേ ബി ക്രിസ്റ്റോയുടെ മനസ്സിലുള്ള ഷേബയുടെ ലുക്കും വേണ്ട സാധനവും കിട്ടിയതുകൊണ്ടായിരിക്കാം. കാരണം ലുക്ക് വൈസ് പോലും ക്രിസ്റ്റോ എനിക്ക് തോന്നുന്നു ആ സ്ക്രീൻ പ്ലേയിൽ മീൻസ് അത് എഴുതിയ സമയത്ത് എന്താണോ ക്രിസ്റ്റോയുടെ മനസ്സിലുണ്ടായിരുന്ന ഷേബ് അല്ലെങ്കിൽ ഓരോ ക്യാരക്ടറിന് എന്താണോ ക്രിസ്റ്റോ ഉദ്ദേശിച്ചത് അത് കറക്റ്റ് കിട്ടുന്നവരെ ഹി വാസ് വെയിറ്റിംഗ് ഫോർ ഇറ്റ്. ബിക്കോസ് റോസമ്മ എന്ന് പറഞ്ഞ ക്യാരക്ടറിന് വേണ്ടി ഹി വെയിറ്റഡ് സോ ലോങ്.
സോ ലോങ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഷൂട്ട് വരെ തുടങ്ങിയതിന് ശേഷമാണ് വീണ മാം ഇതിനകത്തേക്ക് അല്ലെങ്കിൽ വീണ ഇതിനകത്തേക്ക് വരുന്നത്. ഹി ഡസൻ ലൈക്ക് മീ കോളിംഗ് ഹർ മാം ഓർ ചേച്ചി ഓർ എനിത്തിങ്, സോ ഐ കോൾ ഹർ വീണ. അപ്പൊ വീണ ഇതിലേക്ക് വരുന്നത് ബിക്കോസ് ഹി വാണ്ടഡ് ദാറ്റ് പെർട്ടിക്കുലർ ലുക്ക്, അതിന് വേണ്ടിയിട്ട്. ആൻഡ് ആൻഡ് അതിനെക്കാട്ടിലും വലിയ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 years ബാക്ക് ഇതിന്റെ ഒരു പ്രാവശ്യം ഇതിന്റെ ഓൾ പ്രിപ്പറേഷൻസ് ഒക്കെ നടന്നതായിരുന്നു. ബട്ട് ദ ഷൂട്ട് ഡിൻ ഹാപ്പൻ അറ്റ് ദാറ്റ് ടൈം. അതെന്താ എനിക്ക് റീസൺ അറിയില്ല. ആ ഓഡിഷനും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, അതാണ് അതിലും രസം. പക്ഷെ അത് ഐ ഗോട്ട് റിജക്റ്റഡ് ബിക്കോസ് ഐ വാസ് ആസ്ക്ഡ് ടു ഡു ദ റോൾ ഓഫ് ഓഡിഷൻ എനിക്ക് തന്ന ക്യാരക്ടർ ഈ റോസമ്മയുടെ ക്യാരക്ടർ ആയിരുന്നു. ഹി വാസ് ലുക്കിംഗ് ഫോർ ദാറ്റ് ക്യാരക്ടർ, ആ ലുക്കിന് വേണ്ടിയിട്ട്. അത് അൺഫോർച്ചുനേറ്റ്ലി അത് റിജക്ട് ആയി. അപ്പൊ എന്റെ അടുത്ത് ആള് വിളിച്ചിട്ട് ഹീ ഡിൻ സേ ലൈക്ക് എന്നെ ഇതിന്റെ അകത്തേക്ക് ഓഡിഷൻ എന്താ പറയാ ഇത് ചെയ്ത് അറേഞ്ച് ചെയ്ത ചേച്ചിയായിരുന്നു, സുനിത എന്ന് പറഞ്ഞ ചേച്ചിയായിരുന്നു. ചേച്ചി വിളിച്ചിട്ട് എന്റെ അടുത്ത് പറഞ്ഞു എന്താണ് പറയാ, സി ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് യുവർ പെർഫോമൻസ്, ഇറ്റ് വാസ് ബിക്കോസ് ഞാൻ ഫീഡ്ബാക്സ് ചോദിക്കാറുണ്ട്. ഓഡിഷൻ റിജക്ട് ആയാൽ ഐ ആസ്ക് ദം ഫോർ ദ ഫീഡ്ബാക്ക്. എന്താണ് നമ്മൾ റിജക്ട് ആയെന്നുള്ള ഒരു റീസൺ നമുക്കറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയും ചിലപ്പോൾ അത് പിന്നീട് നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റിയാലോ എന്ന് വിചാരിച്ചിട്ട്. സോ ഞാൻ അങ്ങനെ ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു ഇറ്റ് വാസ് നോട്ട് അറ്റ് ഓൾ ബിക്കോസ് ഓഫ് യുവർ പെർഫോമൻസ്, ഇറ്റ് വാസ് ബിക്കോസ് ആ ലുക്ക് ഹി വാണ്ടഡ്, ഹി ഡിൻ ഗെറ്റ് ദാറ്റ്, അപ്പൊ അതുകൊണ്ടാണെന്ന് പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ 2 years കഴിഞ്ഞിട്ട് വർഷം വിളിക്കുമ്പോൾ നമ്മൾ ഫ്രാങ്കോ പറഞ്ഞിട്ട് ഞാൻ ഈ ഓഡിഷന് പോകുമ്പോൾ ഐ നെവർ ന്യൂ ദാറ്റ് നോബഡി ഓഫേഴ്സ് ന്യൂ ലൈക്ക് ഇതിന് വേണ്ടി തന്നത് സെയിം പ്രോജക്ട് 2 years ബാക്ക് ഞങ്ങൾ പോയ അന്ന് ഞാൻ ഫ്രാങ്കോ വഴിയാണ് പോയത്, ഇന്ന് ഞാൻ ഫ്രാങ്കോ വഴി തന്നെ പോയത്. അപ്പൊ നമുക്കറിയില്ല ഇത് സെയിം പ്രോജക്റ്റ് ആണ്. പക്ഷെ ക്രിസ്റ്റോനെ കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ വിളിച്ചു ഈ ആളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ മനസ്സിലോർത്തായിരുന്നു. അത് കഴിഞ്ഞപ്പോ കറങ്ങി തിരിഞ്ഞ് മനസ്സിലായി ഇത് സെയിം പ്രോജക്റ്റ് ആസോ, അത് അന്ന് വർക്ക് ആയില്ല. അപ്പൊ അതുകൊണ്ട് അഗെയിൻ ഇപ്പൊ നമ്മൾ രണ്ടാമത് നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അത് ഭയങ്കര വലിയൊരു ടീം ആയിട്ടുണ്ടായിരുന്നു. ഓൾറെഡി പ്രൊഡ്യൂസേഴ്സ് ഒക്കെ ഓൾറെഡി വന്ന് എല്ലാം സെറ്റായി ഇരിക്കുകയായിരുന്നു ആ സമയത്ത്. അപ്പൊ അത്രയും പേര് പോയതില് ഞാൻ മാത്രം എന്തോ ദൈവാധീനം എനിക്കറിയില്ല എന്താ പറയാ സെലക്ട് ആയി. അത് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു എനിക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നൊന്നും എനിക്ക് അറിയില്ല ആരോ പ്രൊഡ്യൂസേഴ്സിന് അറിയില്ല, ആരാന്നറിയില്ല. ക്രിസ്റ്റോ ടോമി ഇങ്ങനെ ഒരു സ്ക്രീൻ പ്ലേക്ക് അവാർഡ് കിട്ടിയിട്ടുള്ള ആളാണെന്നൊന്നും അറിയില്ല. പക്ഷെ നമ്മൾ സെലക്ട് ആകുമ്പോൾ ഒരു പ്രോജക്റ്റിലേക്ക് സെലക്ട് ആകുമ്പോൾ അതും ഇത്രയും റൗണ്ട് ഓഫ് ഓഡിഷൻസിന് ശേഷം സെലക്ട് ആകുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉള്ളിൽ ഉണ്ടാവുക. എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരിക്കാം എന്നൊരു എന്താ സെൽഫ് കോൺഫിഡൻസ് ബിൽഡ് ആവും. അപ്പൊ അതുകൊണ്ട് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു ആ സമയത്ത്. അത് കഴിഞ്ഞ് സ്ക്രിപ്റ്റ് വെച്ചിട്ട് ഒരു സീന് ദാറ്റ് ഇസ് എനിക്ക് തന്നത് ആ മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. എൻ്റെ ലാസ്റ്റത്തെ സീന് ശപിച്ചിട്ടൊക്കെ പോണ സീൻ എന്നാണ് എല്ലാരും പറയുന്നത്, ശപിച്ചിട്ട് പോകുന്ന സീന്. അപ്പൊ അത് കഴിഞ്ഞിട്ട് വി ഹാഡ് എ സെഷൻ ലൈക്ക് ആദ്യം ഡാൽവിൻ വാസ് വൺ ഓഫ് ദി അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്. അപ്പൊ ഡാൽവിൻ വിളിച്ചിട്ട് ഇങ്ങനെ സ്റ്റോറിനെ കുറിച്ചിട്ട് കുറച്ചൊക്കെ പറഞ്ഞു, ക്യാരക്ടറിനെ കുറിച്ചിട്ട് കുറച്ചൊക്കെ പറഞ്ഞു തന്നു. പിന്നെ അതിന് ക്രിസ്റ്റോ പേഴ്സണലി വിളിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നോ ഡൗട്ടും എന്താന്ന് വെച്ചാൽ ചോദിച്ചോ പറഞ്ഞു. പിന്നെ ഞാൻ ചോദിക്കും എന്നാലും ആ ക്യാരക്ടർ അങ്ങനെയല്ലേ. അപ്പൊ ഷീസ് എ ഷെയ്ഡ് ഓഫ് ഹർ ഓൺ മദർ. ലീലാമ്മ എന്താണോ അത് തന്നെയാണ് ഷേബ. ബട്ട് ലീലാമ്മയ്ക്ക് ഷേബനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ആസ് എ മദർ. ബട്ട് ഷീ ഈസ് റിയലി ദ സെയിം, അതിന്റെ റെപ്ലിക്ക തന്നെയാണ്. ദാറ്റ്സ് വാട്ട് ഐ വാസ് ടോൾഡ് അബൌട്ട് ഷേബ. അപ്പൊ അങ്ങനെ ഓരോ ഡൗട്ട് ഞാൻ ഇടയ്ക്ക് തോന്നുമ്പോൾ ക്രിസ്റ്റോന് മെസ്സേജ് അയക്കും, ചോദിക്കും. അപ്പൊ അങ്ങനെ ഹി വാസ് എന്താ പറയാ ഹി വാസ് റിയലി 100% ഇൻടു ഇറ്റ്. അത് നമുക്ക് ഒരു മടിയും തോന്നാതെ എപ്പോ വേണമെങ്കിലും വിളിച്ച് ചോദിക്കാം, എന്ത് വേണമെങ്കിലും ഡൗട്ട്സ് ചോദിക്കാം. അപ്പൊ അങ്ങനെ അതായത് ഞാൻ അതിൻ്റെ അകത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ക്യാരക്ടർ അല്ലെങ്കിൽ പോലും ഹി ഗേവ് ദാറ്റ് ഇമ്പോർട്ടൻസ് ടു ഈച്ച് ആൻഡ് എവ്രി വൺ എന്നുള്ളതാണ്. സോ ദാറ്റ്സ് വാട്ട് ഹി വാണ്ടഡ് ദാറ്റ്. പുള്ളി എന്താണ് വിചാരിച്ച ആ സംഭവം പുള്ളിക്ക് കിട്ടുന്നവരെ he would work for it. He was completely 100% dedicated. അതിന്റെ ഒരു ഔട്ട്കം നമുക്ക് കാണുമ്പോൾ അതാണ് ഇപ്പൊ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്. ഇപ്പൊ 4 വർഷം മുൻപ് ഓഡിഷൻ എന്ന് പറയുമ്പോൾ how many years you have been working on this in the movie industry? In this industry 6 years ആയിട്ട്. ഓഫ് കോഴ്സ് ഇപ്പൊ ഇതിലെ കാസ്റ്റിംഗിന്റെ ഫ്രാങ്കോന്റെ കാര്യം പറഞ്ഞു, ടൈപ്പ് വർഷ കാസ്റ്റിംഗിന്റെ കാര്യം പറഞ്ഞു. സോ ബിഗിനിങ് എങ്ങനെയായിരുന്നു? പഠിച്ചതൊക്കെ എന്താ? പഠിച്ചതൊക്കെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ആക്ടിംഗ് ഒന്നും പഠിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. ഐ എം എന്താണ് പറയാ MBA in HR ആണ് ഞാൻ ചെയ്തത്. ഐ എം HR ബൈ പ്രൊഫഷൻ. പിന്നെ അതിനു മുമ്പ് ഡിഗ്രി ചെയ്തത് ലിറ്ററേച്ചറിലാണ്, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയിരുന്നു. സ്കൂളിലും കോളേജസിലൊക്കെ എല്ലാ പരിപാടിക്കും ഉണ്ടാവും. നമ്മൾ
എല്ലാത്തിനും മുമ്പിലുണ്ടാവും. എല്ലാ അലമ്പ് പരിപാടിക്കും ഉണ്ടാവും, എല്ലാ ഇതുപോലത്തെ കലാപരിപാടികൾക്കൊക്കെ മുമ്പിലുണ്ടാവും. അപ്പോ അങ്ങനെ കുഞ്ഞു ക്ലാസ്സസിൽ മുതല് മൈ ഏർലി സ്കൂളിങ്സ് വേർ ഇൻ ദുബായ്. അച്ഛൻ എമിറേറ്റ്സ് എയർലൈൻസിലാണ് വർക്ക് ചെയ്തിരുന്നത്. സോ അപ്പൊ നമ്മൾ ദുബായിലായിരുന്നു. 6th സ്റ്റാൻഡേർഡ് ഓൺവേർഡ്സ് ആണ് നമ്മൾ ഇവിടെ നാട്ടിൽ വന്നിട്ട് സെറ്റിൽ ആയത്. അപ്പൊ അങ്ങനെ പണ്ട് മുതലേ ഇങ്ങനെ ഇംഗ്ലീഷ് പീരീഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇംഗ്ലീഷ് പീരീഡിൽ നമുക്ക് ബേനി കുര്യൻ എന്ന് പറഞ്ഞിട്ട് ഒരു ടീച്ചർ ഉണ്ടായിരുന്നു ദുബായിൽ പഠിക്കുമ്പോൾ. അപ്പൊ ബേനി കുര്യന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ, ടീച്ചറിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ, അതിനകത്ത് ഡ്രാമ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും നോവൽസോ സ്റ്റോറീസോ വരുമ്പോൾ ടീച്ചർ റോൾ പ്ലേസ് ചെയ്യിപ്പിക്കും കുട്ടികളെ കൊണ്ട്. പറഞ്ഞ ഐ വാസ് സോ എക്സൈറ്റഡ്. എനിക്ക് ഇംഗ്ലീഷ് പീരീഡ് ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് ഇതൊക്കെ കൊണ്ടുവരും. എന്നിട്ട് ഓരോരുത്തരെ കൊണ്ട് ഓരോ സെറ്റ് ടീം ഉണ്ടാക്കും. എന്നിട്ട് ഓരോരുത്തരെ കൊണ്ട് സെയിം തിങ് എല്ലാരും കൊണ്ട് പ്ലേ ചെയ്യിപ്പിക്കും. സോ ഐ യൂസ് ടു ലവ് ദാറ്റ് ഡ്യൂറിങ് സ്കൂളിങ്സ്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും മോണോ ആക്ട് പോലത്തെ ഇത് പരിപാടിയൊക്കെ സ്കൂൾ ലെവലിൽ മാത്രം ഐ യൂസ് ടു പാർട്ടിസിപ്പേറ്റ്. അതിനൊക്കെ പ്രൈസ് കിട്ടാറുണ്ട്. പിന്നെ എന്താ പറയാ, ഇതുപോലത്തെ ഡ്രാമാസ്, ആനുവൽ ഡേ പരിപാടികൾ എല്ലാത്തിനും ഉണ്ടാവും. ഇതുപോലെ ആക്ടിങ് പരിപാടികൾ എന്ത് വന്നാലും ഐ വാസ് ഇൻ ടു ഇറ്റ്. ബട്ട് അപ്പോഴൊന്നും നമുക്കറിയില്ലല്ലോ. നമ്മൾ വിചാരിക്കുന്നത് ഇതൊക്കെ ഒരു കരിയർ ആക്കാൻ പറ്റുന്ന സാധനമാണെന്ന് ഐ നെവർ ഇമാജിൻ. നമ്മുടെ വിചാരം അങ്ങനെയൊക്കെ ലുക്കുള്ള ആൾക്കാർക്ക് മാത്രം പറ്റുന്ന സാധനമാണ് അഭിനയം, അത് നമുക്കൊന്നും പറ്റുന്നതല്ല എന്നുള്ള ഒരു കൺസെപ്റ്റിൽ തന്നെ പോയിക്കൊണ്ടിരുന്നത്. പിന്നീടാണ് എന്റെ മോൻ ഉണ്ടായതിനു ശേഷം അവനെ എല്ലാ പരിപാടിക്കും, അതായത് സ്കൂളില് ഫാൻസി ഡ്രസ് ആയാലും മോണാക്ട്, എവറിത്തിങ്, റെസിറ്റേഷൻ, എല്ലാത്തിനും ഞാൻ പങ്കെടുപ്പിക്കും. ആൻഡ് വി ചോസ് സ്കൂൾ. ഇപ്പൊ എന്താണ് കുട്ടികളുടെ സ്കൂള് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ കൂടി സ്കൂൾസ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കിയെന്ന് പറഞ്ഞാൽ പഠിത്തം മാത്രം വേണ്ട, നമുക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉള്ള സ്കൂൾസ് മാത്രം നോക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ തപ്പിയിട്ടാണ് സ്കൂളിൽ കൊണ്ട് ചേർക്കുന്നത്. അപ്പൊ കണിച്ചുളങ്ങര എന്ന് പറഞ്ഞ സ്ഥലത്ത് VNSS എന്ന് പറഞ്ഞ സ്കൂളിലാണ് അവൻ പഠിക്കുന്നത്. അപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ അവർ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് കുട്ടികളെ എല്ലാത്തിനും പങ്കെടുപ്പിക്കും. അവർ പുഷ് ചെയ്ത് കുഞ്ഞു കുട്ടികളെ പോലെ എല്ലാത്തിനും ഇങ്ങനെ പങ്കെടുപ്പിക്കും. ഇവനാണെങ്കിൽ എക്സ്ട്രാ ഓവർ എനർജിയാ. മീൻസ് എങ്ങനെ ഈ എനർജി എവിടെ യൂട്ടിലൈസ് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പൊ ഞാൻ ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ കൊണ്ടുപോയി ചേർക്കും. അപ്പൊ ഐ വാസ് ദ പേഴ്സൺ ഹൂ യൂസ് ടു പുട്ട് ഇൻ ഓൾ ദ എഫേർട്ട്. അങ്ങനെ അവന്റെ ഈ എനർജി ലെവൽ കണ്ടിട്ട് എന്റെ കുറെ ഫ്രണ്ട്സ്, ഈ മീഡിയ ഫീൽഡിലുള്ള കുറെ ഫ്രണ്ട്സ് ആഡ്സിനൊക്കെ വിളിച്ചു. പിന്നെ ആഭാസം എന്ന് പറഞ്ഞ സിനിമയിൽ സുരാജേട്ടന്റെ മോനായിട്ട് കുഞ്ഞി റോള്, ആ പാട്ട് കഴിഞ്ഞിട്ട് എൻഡില് ചെറിയ റോൾ ഉണ്ടെങ്കിൽ ചെവിക്ക് പിടിക്കുമ്പോൾ എണീറ്റ് ഓടുന്നത്, ആ ഒരു സീനിൽ അഭിനയിച്ചു. പിന്നെ പോപ്പിൻസിന്റെ ഒരു അഡ്വർടൈസ്മെന്റിൽ അഭിനയിച്ചു. സുരഭി ലക്ഷ്മിയുടെ ഒരു ഷോർട്ട് ഫിലിം, പുള്ളിക്കാർക്ക് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരു ഷോർട്ട് ഫിലിം വെച്ചിട്ട്, ഫുട്പാത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ഷോർട്ട് ഫിലിം വെച്ച് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അതില് ഒരു ദാറ്റ് വാസ് വൺ ഓഫ് ദി ഗുഡ് ക്യാരക്ടർ, മെയിൻ ക്യാരക്ടറാണ് ചെയ്തവൻ അതിൻ്റെ അകത്ത്. അപ്പൊ അവൻ അങ്ങനെ ഇത് ചെയ്യുമായിരുന്നു. ബട്ട് ഗ്രാജുവലി ഹി ലോസ്റ്റ് ഇൻട്രസ്റ്റ് ഇൻ ആക്ടിങ്. അവന് മറ്റേ വീഡിയോസ് ഒക്കെ ചെയ്യാനായി, സ്റ്റോപ്പ് മോഷൻ ചെയ്യാൻ, അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ ഇൻട്രസ്റ്റ് മാറിപ്പോയി. സോ അവൻ ഈ ഓഡിഷന് ഞാൻ കൊണ്ടുപോകുന്ന സമയത്തൊക്കെ ഈ ഓൾവേസ് ടെൽ മീ, അമ്മ വൈ ഡോണ്ട് യു ട്രൈ, യു ആർ ദ വൺ ഹൂ പ്രിപ്പയർ മീ, സോ യു ഷുഡ് ട്രൈ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും പറയും. ഞാൻ അയച്ച എനിക്കൊന്നും പറ്റില്ല എന്നൊക്കെ പറയും. അമ്മ ട്രൈ ചെയ്യ് ഇങ്ങനെ എപ്പോഴും പറയും. അപ്പൊ അങ്ങനെ അവന്റെ കൂടെ ഓഡിഷൻസിന് 2-3 ഓഡിഷൻസിനൊക്കെ ഞാനും പോയി തുടങ്ങി. അങ്ങനെ കുറച്ച് പോയി തുടങ്ങിയപ്പോഴത്തേക്ക് കുറച്ച് കോൺഫിഡൻസ് ആയി. ഫസ്റ്റ് ഓഡിഷന് പോയപ്പോൾ തന്നെ അത് സെലക്ടഡ് ആയി. പക്ഷെ ആ വർക്ക് ഒന്നും നടന്നില്ല. ആ സമയത്ത് കൊറോണ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞപ്പോ അതിന് മുമ്പായിട്ട് 2-3 വർക്ക്സ് ഒക്കെ മീൻസ് ഇങ്ങനെ കോളും കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങിയായിരുന്നു. ബട്ട് സ്റ്റിൽ ദെൻ ഒന്നും വർക്ക്ഔട്ട് ആയില്ല. പിന്നെ കുഞ്ഞു ടൈംസ് ഓഫ് ഇന്ത്യ വാസ് മൈ ഫസ്റ്റ് ആഡ്. ഞാനത് ലോഞ്ച് പാഡ് കാസ്റ്റിംഗ് ഏജൻസി എന്ന് പറഞ്ഞിട്ട്, ലോഞ്ച് പാഡ് ത്രൂ ആണ് എനിക്ക് ആ ഒരു വർക്ക് കിട്ടുന്നത്. മെർലിൻ ആൻഡ് ആഷ്ലി were the ones who coordinated me. അതായിരുന്നു എന്റെ ഫസ്റ്റ് വർക്ക്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കോൺഫിഡൻസ് ആയി. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ പിന്നെ അവർ സെലക്ട് ചെയ്യില്ലല്ലോ, അങ്ങനെ ഒരു ഫീല്. ദെൻ ലൈക്ക് ബാക്ക് ടു ബാക്ക് കാണുന്ന എല്ലാ ഓഡിഷൻസിനും പോകും. എവിടെയൊക്കെ എന്തൊക്കെ ഓഡിഷൻസ് കാണും എല്ലാത്തിനും പോകും. കുറെ എണ്ണൊക്കെ തട്ടിപ്പായിരുന്നു, കുറെ എണ്ണൊക്കെ ജെന്യൂൻ ആയിരുന്നു. പിന്നെ അങ്ങനെ പോയി എന്താണ് പറയാ, കുറച്ച് 2-3 സീരിയൽസ് ചെയ്തു, എല്ലാം കുഞ്ഞു റോൾസ്. പിന്നെ സാറാസ് എന്ന് പറഞ്ഞ മൂവി ചെയ്തു. അത് കഴിഞ്ഞ് പല്ലോട്ടി 90s കിഡ്സ് എന്ന് പറഞ്ഞൊരു മൂവി ചെയ്തു. അങ്ങനെ എനിക്ക് തോന്നുന്നു മൂവീസ് ഒരു 7-8 മൂവീസ് ചെയ്തിട്ടുണ്ട്. ത്രൂ ഔട്ട് റോൾ ചെയ്തിരിക്കുന്ന വിവാഹവാഹനം എന്ന് പറഞ്ഞിട്ട് എന്റെ ലാസ്റ്റ് ഇയർ ഇറങ്ങിയ ഒരു മൂവി. പിന്നെ ഇപ്പൊ ഇറങ്ങിയ ഉള്ളൊടുക്കാണ്. ഇൻസ്പയറിംഗ് ബേസിക്കലി. കാരണം ഒരു സ്പാർക്ക് ചെയ്യുന്ന അങ്ങനെ വന്ന് കുറെ ട്രൈ ചെയ്തിട്ട്, ആൻഡ് വി ക്യാൻ സീ ഇൻ യുവർ ബാക്ക്ഗ്രൗണ്ട് മോന്റെ അറ്റംപ്റ്റ്സ് ഒക്കെ പുറകിൽ കാണുന്നുണ്ട്. And the kind of freedom that you are giving to him is also evident from what we see there. ഇപ്പൊ എത്ര വയസ്സായി മോനെ?
അവനിപ്പോ 9th-ലായി, അവൻ 14 Oh, years ആയി. okay. Okay. And I have younger ones also, they are twins. Younger ones are twins, they are 6 years old, first standard-ലായി. അപ്പൊ അവരുടെയും കൂടി ഉണ്ടത്, എല്ലാവരുടെയും കൂടി. And coming back to Ullurikk, working with, Urvashi ചേച്ചി, പാർവതി, പ്രശാന്ത്, ഓക്കെ, ഇതൊക്കെ ഒരു എന്താ പറയുക, ചുമരിന്റെ അകത്ത് ജയ ചേച്ചി, അലൻസിയർ ചേട്ടൻ. സോ ഹൗ ഇസ് ഇറ്റ് വർക്കിംഗ് വിത്ത് ഓൾ ദീസ് പീപ്പിൾ? ആൻഡ് ഐ ഡോണ്ട് നോ, വെള്ളം കെട്ടി കിടക്കണ നിങ്ങൾക്ക് അധികം പുറത്തേക്ക് അങ്ങനെ ഓടി നടക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിട്ടുണ്ടാവില്ല എന്ന് ഞാൻ ഇല്ല ഊഹിക്കുന്നു. ഇല്ല ഇല്ല. സോ ഹൗ ഇസ് ഇറ്റ്? അങ്ങനെ ഒരു, ശരിക്കും പറഞ്ഞ ഒരു എൻജോയ് ചെയ്ത് അടിച്ചു പൊളിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മൂഡേ അല്ലായിരുന്നു. ഓൾവേസ് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോഴും എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്, ആ ഒരു സൈലൻസ്, ഭയങ്കര സൈലൻസ്. അവിടെ ആകെ നമുക്ക് റിലാക്സേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ചേച്ചിയുടെ ചില ജോക്സ് ക്രാക്ക് ചെയ്യുന്നതാ, അത് മാത്രം. കാര്യം ഒന്ന് ഈസാക്കാൻ വേണ്ടിയിട്ട് ചേച്ചി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ തമാശകള്, നമ്മുടെ ടെക്നീഷ്യൻ ചേട്ടന്മാരും എല്ലാവരുമായിട്ട് ഭയങ്കര കൂട്ടാ. അത് ചേച്ചി ഏതോ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ് ഞാൻ കേട്ടായിരുന്നു, അവരുടെ മുഖത്തേക്ക് ഞാൻ നോക്കും, അവർ നോക്കിയിട്ട് ഹാപ്പി ആണെങ്കിൽ ഞാൻ ചെയ്തത് കറക്റ്റാ, അവരുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെയൊക്കെ അവർ നോക്കും, അയ്യോ ഞാൻ ചെയ്തത് ശരിയായില്ലേ എന്ന് എനിക്ക് ചോദിക്കും തന്നെ. അയ്യോ അത് കറക്റ്റാണ്, അവരായിട്ട് എന്ത് കൂട്ടാന്നറിയോ ചേച്ചി. അവര് ചേച്ചിയായിട്ട് ഭയങ്കര എന്താ പറയാ, ഗിവ് ആൻഡ് ടേക്ക് പോലെയാ. അവർ ഓരോ തമാശകൾ പറഞ്ഞ പഴയ കാര്യങ്ങള്, അവര് പഴയ ഇതിനു മുമ്പ് വർക്ക് ചെയ്ത സെറ്റില് ഓരോ തമാശകളൊക്കെ പറയുമ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ വായും പൊളിച്ച് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക. കാരണം നമുക്കിതൊരു എൻസൈക്ലോപീഡിയ മാതിരിയാ. നമ്മളിങ്ങനെ ഇത് കണ്ട് പഠിക്കുന്ന ഒരു എന്താ പറയാ, ഒരു സ്കൂളിൽ പോയിരുന്ന കാര്യങ്ങൾ പഠിക്കുന്ന പോലെ ആയിരുന്നു. എനിക്ക് ശരിക്കും ഒരു യൂണിവേഴ്സിറ്റി പോയി ഇപ്പൊ ഗ്രാജുവേഷനും MBA ഒക്കെ ചെയ്ത പോലെ തന്നെ ആക്ടിങ് സ്കൂളിൽ പോവാണ്ട് പഠിച്ച ഒരു ആക്ടിങ് സ്കൂളായിരുന്നു ഉള്ളൊഴുക്ക് എനിക്ക് ശരിക്കും. ഞാനിപ്പോ ചില ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ചേച്ചിയോട് പറയായിരുന്നു, ചേച്ചി ഐ എം നോട്ട്, എനിക്കൊരു ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല ചേച്ചി, ഞാൻ ആ ചെയ്ത് ശരിയായോ എന്നൊരു തോന്നുന്നു. പറഞ്ഞു, അതാണ് ഏറ്റവും നല്ല ലക്ഷണം, ഒരു ആക്ടറിന്റെ ഏറ്റവും നല്ല ലക്ഷണം എന്ന് പറഞ്ഞാൽ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവരുത്. അങ്ങനെ ഉണ്ടാവാതിരുന്നാൽ മാത്രമേ നമുക്ക് ഇനിയും ബെറ്റർ ആക്കാൻ തോന്നുള്ളൂ. അല്ല ഞാൻ ചെയ്ത കറക്റ്റാ എന്നും പറഞ്ഞിട്ട് ഇത് പെർഫെക്റ്റാ ഞാൻ ചെയ്ത എന്നൊരു വിചാരം എന്ന് വരുന്നോ അന്ന് അവിടെ തീർന്നു. അതോടെ നമ്മളുടെ ആ ഉള്ളില് ഇനിയും ബെറ്റർ ആക്കണം എന്നുള്ള ഒരു ഇത് പോയി കഴിഞ്ഞാൽ അതോടെ നമ്മൾ പിന്നെ വളരില്ല, അവിടെ സ്റ്റാറ്റിക് ആവും എന്നുള്ള രീതിയിൽ ചേച്ചി ഇങ്ങനെ കുറെ കാര്യം, അതുപോലെ എന്തോരം കാര്യങ്ങൾ ചേച്ചിയുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഓരോ, ചേച്ചിയുടെ അടുത്ത് എക്സ്ചേഞ്ച് ചെയ്യുന്ന ഓരോ വേർഡ്സും നമുക്ക് കിട്ടുന്ന ഒരു ലെസണാണ്. പിന്നെ അലൻസിയറേട്ടൻ വളരെ കുറച്ച് കോമ്പിനേഷൻസേ ഞാനുമായിട്ടുള്ളൂ. പിന്നെ അലൻസിയറേട്ടൻ പൊതുവെ സൈലന്റ് ആയിട്ട് ഇരിക്കുന്ന ആളാണ്. അപ്പൊ നമ്മൾ ഇത്രയും സീനിയർ ആയിട്ട് ഇത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുടെ അടുത്ത് പോയിട്ട് സംസാരിക്കാനൊക്കെ നമുക്ക് ഭയങ്കര ഇതാ. പിന്നെ എല്ലായിടത്തും വെള്ളം ആയതുകൊണ്ട് നമുക്ക് കിട്ടുന്ന സ്ഥലത്ത് ഒരു കസേര ഉണ്ടെങ്കിൽ കസേരയുടെ പൊക്കത്ത് എവിടെയെങ്കിലും കാല് പൊക്കി വെച്ചിട്ട് ഇരിക്കാൻ പറ്റുമോ അവിടെ നമ്മൾ പോയി ഇരിക്കും. അപ്പൊ അവിടെ നമ്മൾ പെട്ടു. പിന്നെ എല്ലാവരും ഇരിക്കുന്ന സ്ഥലത്ത് നമുക്ക് ചിലപ്പോൾ എല്ലാവർക്കും കൂടി ഒന്നിച്ച് കൂടിയിരിക്കാൻ അങ്ങനെ ഒരു സംഭവം ഇല്ല. അവിടെ നമുക്ക് ഇങ്ങനെ എൻജോയ് ചെയ്ത് എല്ലാവരുമായിട്ട് ഇങ്ങനെ എന്താണ് സംസാരിച്ച് നടക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഉണ്ടായില്ല. പിന്നെ ചിലപ്പോൾ ഷൂട്ട് കുറച്ച് താമസിക്കുമ്പോൾ നമ്മളുടെ സീൻസ് ആയിട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഹൗസ് ബോട്ട് ആയിരുന്നു, കാരവലിന് പകരം എല്ലാവർക്കും ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ സൈഡിൽ, വീടിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ആറാണ്, മുട്ടാറാണ്. മുട്ടാറിന്റെ തീരത്ത് തന്നെയാണ് ഈ എന്താണ് പറയാ, ഇപ്പുറത്തെ സൈഡിലാണ് ഈ വീടും. അവിടെ നിന്നാണ് ഈ ഇത് മുഴുവനും അടിച്ച് ഇപ്പുറത്തേക്ക് അവര് കയറ്റിക്കൊണ്ടിരുന്നത്. അപ്പൊ അവിടെ ഹൗസ് ബോട്ടിൽ പോയിരുന്നിട്ട് ഞാന്, ജയചേച്ചി, റോസമ്മയുടെ ക്യാരക്ടറിന്റെ വീണ, പിന്നെ എന്റെ മോളായിട്ട് ചെയ്ത ജസ് എന്നാണ് അവളുടെ പേര്, അവളെ കുക്കു എന്നാ വിളിക്കുന്നത്. അവളുടെ കൂടെ എന്താണ് പറയാ, അവൾ ആ വർക്കിൽ ഞാൻ ആദ്യമായിട്ട് കാണാം. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഒരു പ്രാവശ്യം കൂടി അവളുടെ അമ്മയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് വേറൊരു വർക്കില്. അപ്പൊ അവളായിരുന്നു ഏറ്റവും എന്റർടൈനിങ്. അവിടെ എല്ലാവർക്കും ഒരു ആശ്വാസം, ഇത്രയും ടെൻഷന്റെ ഉള്ളിൽ ഒരു ആശ്വാസം ആ കുട്ടിയായിരുന്നു. എല്ലാവർക്കും, അസോസിയേറ്റ്സ് ആണെങ്കിലും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനാണെങ്കിലും ടെക്നീഷ്യൻസിനാണെങ്കിലും എല്ലാവർക്കും ഒരു ആശ്വാസം ഉള്ളായിരുന്നു. ഇവളെ കളിപ്പിക്കുമ്പോഴാണ് നമുക്ക്, അതാണെങ്കിൽ നല്ല പക്വത, ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇവളുടെ വായിന്ന് തന്നെ ഒക്കെ ഭയങ്കര മെച്ചോ ടോക്കാണ്. പറയാ ആ കുട്ടി എന്ത് മെച്ചമാണെന്ന് പറയാം. പിന്നെ അവളായിട്ട് കൂട്ടായി. അവൾക്ക് ആദ്യം ഭയങ്കര ഹെസിറ്റന്റ് ആയിരുന്നു. എന്റെ മോളായിട്ട് അഭിനയിക്കുകയാണെങ്കിൽ അവൾ അത്രയ്ക്കും പാർവതിയെ കാണുമ്പോൾ പാർവതിയുടെ അടുത്ത് പോവുക, അതൊക്കെയായിരുന്നു അവളുടെ ഇൻട്രസ്റ്റ്. പിന്നെ അത് കഴിഞ്ഞ് ഭയങ്കര കൂട്ടായി. ഞങ്ങൾ താമസിക്കുന്നൊക്കെ ഒരേ ഹോട്ടലിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് അങ്ങനെ കൂട്ടായി. അവളുടെ അടുത്തുനിന്നും നമുക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അപ്പൊ നമ്മള് എല്ലാരും കൂടി പിന്നെ ഇടയ്ക്കൊക്കെ റീൽസ് ചെയ്യും നമ്മള്. അങ്ങനെ കുറച്ച് റിലാക്സേഷൻ ഞങ്ങൾ മാത്രം. ചേച്ചിയുടെ അടുത്തൊന്നും നമുക്ക് അതിനൊന്നും പോകാൻ പറ്റില്ല.
ചേച്ചിയുടെ അടുത്ത് ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ ചേച്ചിയുടെ എക്സ്പീരിയൻസസ് സംസാരിക്കുക, അത് കേൾക്കുക, പഠിക്കുക, അങ്ങനെയായിരുന്നു. പിന്നെ പ്രശാന്തിന്റെ അടുത്ത് എന്താ പറയാ, അല്ലാത്ത ടൈം ഷൂട്ട് അല്ലാത്ത സമയത്ത് പ്രശാന്തുമായിട്ട് ഹീസ് എ വെരി ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻ. പ്രശാന്തായിട്ട് കുറെ എന്താണ് പറയാ, കുറെ സിമിലാരിറ്റീസ് ഉണ്ട് ഞങ്ങളുടെ ഇടയിൽ. അപ്പൊ അങ്ങനത്തെ കുറെ നല്ല എക്സ്ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട് പ്രശാന്തിന്റെ കൂടെ. സോ എല്ലാവരുടെ അടുത്തു നിന്നും എവറി ബിറ്റ്. അപ്പൊ ഇങ്ങനെ പ്രശാന്തും അലഞ്ചേരേട്ടനൊക്കെ ഞങ്ങളെ ഇങ്ങനെ എന്നെയും ചേച്ചിയൊക്കെ ഞങ്ങൾ ഭയങ്കര ആ ഒരു മൂഡ് ഓഫിൽ നമ്മൾ ആ ഒരു മൂഡ് പിടിച്ച് ഇങ്ങനെ നിൽക്കായിരിക്കും. അപ്പൊ പറയും ഓ മെത്തേഡ് ആക്ടിങ് ആണ്, മെത്തേഡ് ആക്ടിങ്, ഭയങ്കരമായിട്ട് ഇങ്ങനെ മാറി നിന്നിട്ട് കളിയാക്കുമായിരുന്നു. കാരണം നമ്മൾ ആ മൂഡ് വിട്ടാ ഒരു ചേച്ചി ഭയങ്കര പെട്ടെന്ന് ട്രാൻസ്ഫോം ആവുന്ന ആളാ. നമുക്ക് ആ കൂട്ടത്തിൽ പെട്ടെന്ന് അങ്ങനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ചേച്ചിയുടെ ടൈം കൂടിയാണ് നമ്മൾ ഇത് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഭയങ്കര കെയർഫുൾ ആയിട്ടൊക്കെ നിൽക്കുമായിരുന്നു. പിന്നെ പോരാത്തതിന് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വെച്ചാൽ ഇവരുടെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കുറവ് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ഈവൻ ജസ്സുവിന് പോലും എന്നെക്കാട്ടിലും കൂടുതൽ മൂവീസ് ചെയ്തിട്ടുണ്ട് അവള്. അത് പ്രശാന്തായിട്ട് സംസാരിക്കുമ്പോഴും പറഞ്ഞു, അതായത് ഇതിന്റെ ഒരു സ്ട്രെസ് ഉണ്ട്, എങ്ങനെയാണ് അടുത്ത സീനില് വർക്ക് ചെയ്യേണ്ടതെന്നുണ്ട്. അപ്പൊ ഒരു ചേച്ചി ഈ പറഞ്ഞ ജോക്കൊക്കെ അടിച്ചിട്ട് പുള്ളിക്കാരി അവിടെ പോയിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് ആള് മാറി ആ ആക്ട്, അങ്ങനെയുള്ള എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, ആക്ഷൻ പറയുന്ന സമയത്തുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് അങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെന്റ് തോന്നിയിട്ടുള്ള എന്തെങ്കിലും മൊമെന്റ്സ് ഓർമ്മയുണ്ടോ? ഞാൻ ചേച്ചിയെ ഫസ്റ്റ് കാണുന്നത്, എന്റെ ജീവിതത്തിൽ ഫസ്റ്റ് കാണുന്നത്, ഐ എം എ ഡൈഹർഡ് ഫാൻ ഓഫ് ഉർവശി എന്ന് പറഞ്ഞ ആക്ട്രസിന്റെ. ഞങ്ങള് ഫ്രണ്ട്സ് സിനിമ സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഒരു ആക്ടറാണ് ഉർവശി. അപ്പൊ ചേച്ചിയുടെ ഒരു ഒരു മൂവി, ഏതാ മൂവി എന്റെ പേര് എനിക്ക് ഓർമ്മയില്ല, ഒരു പെട്ടിയിൽ ഇങ്ങനെ പഴയ സാധനങ്ങളൊക്കെ എടുക്കുന്ന ഒരു സംഭവം ഇല്ലേ, ഇതെന്റെ അച്ഛൻ എനിക്ക് അന്ന് തന്ന ബ്രഷാ, അതൊക്കെ പറഞ്ഞ ആ സംഭവം ഒന്ന് റീല് ചെയ്യാൻ അല്ലെങ്കിൽ ഡബ് സ്മാഷ് ചെയ്യാൻ ഞാൻ എത്ര ശ്രമിച്ചിട്ടുണ്ടെന്ന് അറിയോ, ഒരു രക്ഷയില്ല. അത് കണ്ടോണ്ട് ഞാനൊരു 100 പ്രാവശ്യം ഇരിക്കും. എന്റെ വീട്ടിൽ വിചാരിക്കാം നാളെ ചെയ്യാം, നാളെയും ഞാൻ ഇത് കണ്ടോണ്ടിരിക്കും. ഇത് കാണാനും മാത്രമേ നടക്കുള്ളൂ, ഇത് ചെയ്യുന്ന കൊണ്ട് പറ്റില്ല. സോ ഐ എം എ വെരി ഡൈഹാർഡ് ഫാൻ ഓഫ് ഹേഴ്സ്. അപ്പൊ എന്താ പറയാ, ചേച്ചിയുടെ കൂടെ ഫസ്റ്റ് മൂവി ഞാൻ ചെയ്യുന്ന ഇഡിയറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു തമിഴ് സിനിമ. എങ്ങനെയോ ഇങ്ങനെ പൊള്ളാച്ചിയിൽ പെട്ടെന്ന് ഒരു കോൾ വന്നിട്ട് പറഞ്ഞു പൊള്ളാച്ചിയിൽ ഒരു മൂവി തമിഴ് സിനിമ നടക്കുന്നുണ്ട്, എന്താ പറയാ അതിൻ്റെ അകത്ത് ആരാ എന്താ അഭിനയിക്കുന്നതെന്നൊന്നും പറഞ്ഞില്ല, അതിനകത്ത് ഒരു ക്യാരക്ടർ ഉണ്ട്, പെണ്ണ് കാണാൻ വരുന്ന ഒരു പെൺകുട്ടിയുടെ അമ്മയുടെ ഒരു ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു യെസ് യെസ് ഞാൻ റെഡി, തമിഴ് സിനിമ ഫസ്റ്റ് എക്സ്പീരിയൻസ്, ഞാൻ വരും എന്ന് പറഞ്ഞിട്ടൊരു ഒരു കല്യാണത്തിന്, നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടിന്റെ മോളുടെ കല്യാണത്തിന്റെ റിസപ്ഷൻ ഇരിക്കുമ്പോഴാണ് ഈ കോള് വരുന്നത്. നെക്സ്റ്റ് ഡേ തന്നെ വണ്ടിയൊക്കെ അറേഞ്ച് ആയി, അവർ തന്നെ അറേഞ്ച് ചെയ്ത് കൊണ്ടുപോയി. അപ്പൊ ഡ്രസ് ചെയ്യാൻ വേണ്ടി കാരവനിൽ ഇരിക്കുമ്പോൾ സെയിം ഒരു കാരവനിൽ തന്നെ 2 സെക്ഷൻസ് ഉള്ള കാരവനായിരുന്നു. ഒരു സൈഡിൽ ഇരുന്നിട്ട് നമ്മൾ ഡ്രസ് ചെയ്യണു, അപ്പൊ അപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മലയാളം ചൊവ്വയുള്ള ഒരു തമിഴൊക്കെ കേൾക്കുന്നുണ്ട്, ഇടയ്ക്ക് മലയാളം ഇടയ്ക്ക് തമിഴ് അങ്ങനെ കേൾക്കുന്നുണ്ട്. നല്ല പരിചയമുള്ള ശബ്ദം. അപ്പൊ ഞാൻ ഈ മേക്കപ്പ് ചെയ്ത ആള് അവിടെയുള്ള ആള് തന്നെയാണ്. അപ്പൊ ആള് ഇങ്ങനെ പറഞ്ഞു, അമ്മ അത് നിങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള ഉർവശിയാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ ഉർവശി ചേച്ചിയോ ഒരു അതേന്ന് പറഞ്ഞു. സോ ഐ വാസ് ഹാവിംഗ് ഗൂസ് ബംസ്. എന്റെ അമ്മ ഉർവശി ചേച്ചി ഡൈഹാർഡ് ഫാൻ ഓഫ് ഉർവശി ചേച്ചി എന്ന് പറഞ്ഞു. പുള്ളി പോയി ഓടിച്ചെന്ന് ഉർവശി ചേച്ചിയെ വിളിച്ച് പറഞ്ഞിട്ട് അപ്പുറത്തെ സൈഡിൽ ചെന്ന് പറഞ്ഞ് പുള്ളി ഇപ്പുറത്തെ സൈഡിൽ എന്നെ വിളിച്ച് വാ 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 എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് കൊണ്ടുപോയി പരിചയപ്പെടുത്തി. ഞാൻ പറഞ്ഞു ചേച്ചി, അപ്പൊ അയ്യോ എവിടെ നിന്ന് വന്നോ? അപ്പൊ ഞാൻ പറഞ്ഞു മലയാളിയാണ് ചേച്ചി എന്ന് പറഞ്ഞു. അപ്പോഴേ ചോദിച്ചു അയ്യോ ഇത് എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആലപ്പുഴ സ്ഥലം എന്ന് പറഞ്ഞു. അപ്പൊ അന്ന് അങ്ങനെ പരിചയപ്പെട്ടു. പക്ഷെ സീനിൽ പോയി നിന്നിട്ട് ഉർവശി ചേച്ചിയുടെ അഭിനയം കണ്ടോണ്ട് നിൽക്കലല്ലാതെ എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ബിക്കോസ് എനിക്ക് അതിൻ്റെ അകത്ത് 1-2 ഡയലോഗ്സ് ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ തമിഴ് പ്രോബ്ലം കാരണം എനിക്ക് ലാംഗ്വേജ് അത്രയും അറിയില്ലാത്തത് കൊണ്ട് അതും കൂടി എന്റെ ഓപ്പോസിറ്റ് ഹസ്ബൻഡ് ആയിട്ട് ആക്ട് ചെയ്ത ആളാണ് അത് ചെയ്തത്. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് അതൊന്നും ഒരു പ്രശ്നമേ അല്ല, എനിക്ക് ഒന്നും ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല, എനിക്ക് വെറുതെ നിന്നിട്ട് ഉർവശി ചേച്ചി ചെയ്യണത് വെറുതെ ഇരിക്കുമ്പോഴും, അതായത് ഷോർട്ടിൽ അല്ലാതെ ആക്ട് ചെയ്യാത്തപ്പോഴാണെങ്കിലും പുള്ളിക്കാരത്തി കാണിക്കുന്ന ഓരോ ആക്ഷൻസ് ഇതൊക്കെ ഞാൻ എന്റെ വിചാരം എന്താണെന്നറിയോ, ഇനി ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാൻ പോണില്ല, ഇങ്ങനെ ആളെ കാണാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും. അപ്പൊ മാക്സിമം ഇത് ക്യാമറ കണ്ണുപോലെ ഇങ്ങനെ ഇത് ഫുൾ റെക്കോർഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ എന്റെ മനസ്സിലുള്ള വിചാരം. ആളെ നോക്കിക്കൊണ്ടിരിക്കലും മാത്രമേ എന്നെ നടന്നുള്ളൂ. പക്ഷെ ഉള്ളൊടുക്കിൽ അഭിനയിക്കുമ്പോ ഞാൻ ചേച്ചിയുടെ അടുത്ത് വന്ന് ഫസ്റ്റ് ചേച്ചിയെ കാണുമ്പോൾ ഫസ്റ്റ് ഷോട്ട്, അതായത് നമ്മുടെ ആ മാരേജ് സീനില് ആദ്യം ഓപ്പണിംഗ് സീൻ തന്നെ, ആ മാരേജ് സീനിൽ നമ്മൾ നിൽക്കുമ്പോൾ ഞാൻ ചിരിച്ചപ്പോ ഞാൻ പറഞ്ഞു ചേച്ചി ഓർമ്മയുണ്ട് ഇഡിയറ്റിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓ എനിക്ക് ഓർമ്മയുണ്ട്, ആലപ്പുഴ കറക്റ്റ് പറഞ്ഞു ആള്. അപ്പൊ അങ്ങനെ
ചേച്ചിയുടെ അടുത്ത് നിന്ന് പഠിക്കാൻ പറ്റിയ കുറെ ലെസൺസിൽ ഒരു കാര്യമാണ്. എന്താ പറയാ, ചേച്ചിക്ക് ഒരു പ്രാവശ്യം ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നല്ല ഓർമ്മിക്കും. ചേച്ചി അത് വെറുതെ ബ്ലഫി അല്ല. സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ഇതുപോലെ പെട്ടെന്ന് ട്രാൻസ്ഫോം ചെയ്യുന്ന സംഭവം പറഞ്ഞു. അത് ഡൈനിങ് ടേബിളിൽ, അതായത് തോമസ് കുട്ടി മരിച്ച് ഞങ്ങൾ വള്ളത്തിൽ നിന്നൊക്കെ വന്നിട്ട് അവിടെ ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന ഒരു സീൻ ഉണ്ട്. അതിൻ്റെ അകത്ത് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ സ്പോയിലർ ആവുമോന്ന് അറിയില്ല, ഇപ്പൊ എല്ലാരും കണ്ടിട്ടുണ്ടാവണം സിനിമ. അപ്പൊ എന്താ പറയാ, ആള്, അതായത് അഞ്ജു തലറിങ്ങി വീഴുന്നതിന് ജസ്റ്റ് മുമ്പ് ഇങ്ങനെ ആളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സീൻ ഉണ്ട്. അറ്റ് ദ സെയിം ടൈം അഞ്ജു തലറിങ്ങി വീണ് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിടിച്ചോണ്ട് പോയി കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ മാറി നിൽക്കുക. ചേച്ചിയുടെ ക്ലോസ് ഷോട്ടിൽ ഞങ്ങൾ മാറി നിന്ന് കണ്ടോണ്ടിരിക്കുക. ഞാൻ കണ്ടോണ്ടിരിക്കുകയായിരുന്നു ചേച്ചിയുടെ ഷോട്ട്. അത് കഴിയുമ്പോഴത്തേക്ക് അതിന്റെ ഇടയിലൊക്കെ ക്രിസ്റ്റു എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചേഞ്ചസ് വരുത്താൻ വേണ്ടി കുറച്ച് ബ്രേക്ക് എടുക്കും. അത് കഴിഞ്ഞ് ഷോട്ട്, അത് കഴിഞ്ഞ് ബ്രേക്ക്, അങ്ങനെ ഷോട്ട്. ഇതിന്റെ ഇടയിലൊക്കെ ചേച്ചി എന്തെങ്കിലുമൊക്കെ സംസാരിക്കും. അത് കഴിഞ്ഞ് ഷോട്ട് പറയുമ്പോഴത്തേക്കും ഇമോഷൻ ഇടും. അത് കഴിഞ്ഞ് പിന്നെയും ബ്രേക്ക് എടുക്കും. അത് കഴിഞ്ഞ് ചേച്ചി തമാശ എന്തെങ്കിലും സംസാരിക്കും. അത് കഴിയുമ്പോൾ ഷോട്ട്. ഇത് പെട്ടെന്ന് 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 ആളുടെ ഫേസ് ചേഞ്ച് ആവും. കാരണം ആ ഒരു ലുക്കിന് പല തരത്തിലുള്ള ലുക്ക് കൊടുത്തിട്ടുണ്ട് ചേച്ചി. ക്രിസ്റ്റോയ്ക്ക് ഇതിൽ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ എടുത്തോട്ടെ എന്നുള്ള രീതിയിൽ ഓരോ ഷോട്ടിലും ഡിഫറെന്റ് ലുക്സ് ആണ്. എന്ന് വെച്ചാൽ അതിന്റെ മീനിങ് ഫുൾ ലുക്കാണ് ആ കൊടുക്കുന്നത്. അതായത് ആ ഓക്കെ എന്നുള്ള രീതിയിൽ മനസ്സിലായിട്ട് എന്തോ തീരുമാനിക്കുന്ന പോലെ, അത് മതിയോ അല്ലെങ്കിൽ ഇത് മതിയോ എന്ന് ചേച്ചിയുടെ അഭിപ്രായങ്ങളും പറയും. സോ ഇറ്റ് വാസ്, എന്താ പറയാ, നമുക്കിതൊക്കെ കേൾക്കുമ്പോഴല്ലേ ഇത് കാണുമ്പോ ഇത് ഭയങ്കര അതിശയം. അറ്റ് ദ സെയിം ടൈം നമുക്കിത് ഓരോ ലെസൺസ് ആണ്. നമുക്ക് ഇങ്ങനെയും ചെയ്യാം, ഓക്കെ ഇത് ഇങ്ങനെയും ചെയ്യാം എന്ന് പറയുന്നത് നമുക്കൊരു, നമ്മൾ പഠിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി. ഈ ഡയലോഗ് പ്രസന്റേഷൻ ഭയങ്കര രസമുള്ള ഒരു എക്സസൈസ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ക്രിസ്റ്റോ അങ്ങനെ ഇന്നത് വേണം എന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണയുള്ള ആളാവുമ്പോൾ അങ്ങനെ ട്രൈ ഔട്ട്സ് ചെയ്ത് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ട്രൈ ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്താ പറയാ, നമ്മൾ ഒരെണ്ണം ചെയ്ത് കഴിയുമ്പോൾ ക്രിസ്റ്റോ വന്നിട്ട് ക്രിസ്റ്റോന്റെ അഭിപ്രായം പറയും. ഇങ്ങനെയല്ല, എന്റെ പൊതുവെ ഉള്ള സംഭവങ്ങൾക്ക് ആൾക്ക് വേണ്ടിയിരുന്നത് ഒറ്റടിക്ക്. കാരണം എന്ന് വെച്ചാൽ അവിടെ ആൾക്കാർ മരിച്ച വീട്ടിലിരിക്കുക. അപ്പോ നമുക്ക് ലൗഡായിട്ട് ഒരാളുടെ അടുത്ത് വന്നിട്ട് ഷൗട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഒരു സിറ്റുവേഷൻ വേറൊരാളെ അറിയിക്കാനും പറ്റില്ല. അപ്പൊ ഈ എന്താ പറയാ, ഇവരുടെ ഇൻഡിഫറൻസ് അല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ ഇവരുടെ എന്താ പറയാ, ദാറ്റ് ഷീ ഡസ് നോട്ട് എഗ്രി വിത്ത് ദിസ് ഡിസിഷൻ, അല്ലെങ്കിൽ അഞ്ജുവിന്റെ അടുത്ത് എഗ്രി ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അമ്മയുടെ അടുത്തുള്ള ഇൻഡിഫറൻസ് കാണിക്കണം. അറ്റ് ദ സെയിം ടൈം ഇത് ലൗഡും ആവാൻ പറ്റില്ല. അറ്റ് ദ സെയിം ടൈം കുറച്ച് നമ്മൾ കമ്പോസ്ഡ് ആയിട്ട് പറയുകയും ചെയ്യണം. അത് പക്ഷെ മുഖത്ത് കമ്പോസ്ഡ് ആയിട്ടുള്ള ഫീലിംഗ് വരാനും പാടില്ല. അപ്പൊ ഇത് ഭയങ്കര ഒരു കോംപ്ലിക്കേറ്റഡ് സാധനമായിരുന്നു എനിക്ക്. അപ്പൊ ഞാനിത് കൊടുക്കുമ്പോ ആള് വന്നിട്ട് എൻ്റെ അടുത്ത് പറയും, ഒറ്റയടിക്ക് അങ്ങനെ വേണ്ട, സ്ലോലി ഗ്രാജുവലി ഗ്രോ ചെയ്ത്, മീൻസ് അത് ഗ്രോ ചെയ്ത് വന്ന പോലെ മതി. അത് ഗ്രാജുവലി ആ ഒരു ഇത് ഒറ്റയടിക്ക് ആ ഡയലോഗ് പറഞ്ഞിട്ട് ഫിനിഷ് ചെയ്യണ്ട എന്നുള്ള രീതിയിൽ പറയും. അപ്പൊ ഞാനിത് ഒറ്റയടിക്ക് പറഞ്ഞ് ഫിനിഷ് ചെയ്യണ എന്തുകൊണ്ട് എന്റെ ടെൻഷൻ അത് എല്ലാവർക്കും ഓക്കെ ആയിട്ട് വേഗം എല്ലാവരും ഓക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ബട്ട് ഹി കംസ് ആൻഡ് ടെൽ മീ ദാറ്റ് അതല്ല വേണ്ടത്, ക്രിസ്റ്റോയ്ക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ കിട്ടുന്നത് വരെ ക്രിസ്റ്റോ എത്ര വേണമെങ്കിലും ടേക്കിന് പോകാൻ ഹി ഈസ് റെഡി. ബട്ട് എന്റെ കേസിൽ ഹി ന്യൂ വാട്ട് ഹി വാണ്ട്സ് ആൻഡ് ഐ വാസ് ആക്ച്വലി ട്രൈങ് മൈ ബെസ്റ്റ് ടു ഗിവ് വാട്ട് ഹി വാണ്ട്സ്. ക്രിസ്റ്റോയുടെ മോഹം നോക്കി നമുക്ക് സാറ്റിസ്ഫൈഡ് ആണോ എന്ന് തിരിച്ചറിയാൻ ഒരിക്കലും പറ്റില്ല. ക്രിസ്റ്റോ വാണ്ട്സ് മോർ. ക്രിസ്റ്റോ ഓൾവേസ് വാണ്ട്സ് മോർ. ഓക്കെ ഷോട്ട് ആണെങ്കിൽ പോലും ഓക്കെ ആണോ എന്ന് ചോദിച്ചിട്ട് ഓക്കെ ആ ഓക്കെ പറിച്ചിട്ടും ഹീസ് നോട്ട് ഓക്കെ ബിക്കോസ് ഹി വാണ്ട്സ് മോർ. ഹീസ് ഓൾവേസ് ലൈക്ക് എന്താ പറയാ, ഇനിയും കുറച്ചും കൂടി ബെറ്റർ ആവാം എന്നുള്ള ഒരു ഇതുണ്ടെന്ന് എനിക്ക് തോന്നിയത് ആളുടെ മുഖത്തുനിന്ന്. ബട്ട് ഹി നെവർ സേസ് ദാറ്റ്. ഒന്നും അധികം പറയില്ല, നമ്മൾ ചോദിച്ചാലേ പറയുള്ളൂ ആള്. പിന്നെ അതും ഒരു എനിക്ക് സംഭവം തോന്നിയത്. പിന്നെ എന്റെ സീൻസിനൊന്നും അങ്ങനെ എന്താ പറയാ, അങ്ങനെ എന്റെ ഫ്രീഡം എടുത്തിട്ട് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടായിരുന്നില്ല. എന്റെ ക്യാരക്ടർ ക്രിസ്റ്റോ നോസ് വാട്ട് ദാറ്റ് ക്യാരക്ടർ വാണ്ട്സ്. അപ്പൊ അത് തന്നെ ആയിരുന്നു ഐ ഹാഡ് ടു ഗിവ് ദാറ്റ്. ആ ഒരു എനിക്ക് പേടി ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതിന്റെയൊക്കെ മെഷർമെന്റ് പ്രോപ്പർ ആയിരിക്കുമോ എന്നുള്ളത്. പിന്നെ ഒരു ധൈര്യം ഉണ്ടായിരുന്നു, ക്രിസ്റ്റോ എന്ത് വേണോ അത് മേടിച്ചെടുത്തിരിക്കും എന്നുള്ള ഒരു ഉറപ്പുണ്ടായിരുന്നു. അപ്പൊ അതെനിക്കൊരു ആശ്വാസമായിരുന്നു. അത് കിട്ടി. അപ്പൊ ഞാൻ ജയചേച്ചിയോട് പറയും, ജയചേച്ചി ക്രിസ്റ്റോ ഒന്നും പറഞ്ഞില്ല, ഹാപ്പി അല്ലേ, ഇനി ഞാൻ ചെയ്യണത് പ്രോപ്പർ ആവാഞ്ഞിട്ടാണ്. അപ്പൊ ജയചേച്ചി പറയും, ഇല്ല നീ ടെൻഷൻ അടിക്കണ്ട, ക്രിസ്റ്റോയ്ക്ക് സമാധാനം കിട്ടിയിട്ടില്ല എന്ന് വെച്ചാൽ ഹി വിൽ ആസ്ക് us to do again and again. അപ്പൊ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം ഓക്കെ ആയിരിക്കും.
ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കും നമ്മൾ പ്രിവ്യൂ കാണുന്നത്. ഐ വാസ് കംപ്ലീറ്റ്ലി ടെൻസ്, ഇതെങ്ങനെ ആകും എന്നുള്ളൊരു. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിന്റെ പ്രിവ്യൂ ഇവര് നേരത്തെ കണ്ടതിന് ശേഷം നമ്മുടെ ഡിക്സൺ ചേട്ടൻ, അതായത് പ്രൊഡക്ഷൻ കൺട്രോളർ ഉണ്ട് ചേട്ടൻ, വിളിച്ചിട്ട് എപ്പോഴും പറയുന്നു ആ സ്മൃതി നന്നായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ആളും അതുപോലെ തന്നെ ഒരാളാ ഡിക്സൺ ചേട്ടനും. അധികം ഇങ്ങനെ തുറന്നു വിട്ട് പറയാത്ത ഒരാളാ. അപ്പൊ ആളുടെ ഒരു വായിന്ന് അങ്ങനെ കേട്ടപ്പോ തന്നെ എനിക്ക് പകുതി സമാധാനമായി. പിന്നെ എനിക്ക് സമാധാനം ഉണ്ടായിരുന്നു, എന്താണെങ്കിലും ഓക്കെ ആയിട്ടുണ്ട് സാധനം. ഔട്ട് വരുന്നവരെ ഒരു ആർട്ടിസ്റ്റിന് എനിക്ക് തോന്നുന്നു ടെൻഷൻ ആണ് ഒരു വർക്ക് കംപ്ലീറ്റ് ആയിട്ട്. കാരണം അത് ഒരാള് ചെയ്യുന്നല്ലോ, ഇറ്റ്സ് എ ടീം വർക്ക്. ഒരാൾ കാരണം റൂയിൻ ആയി പോയി കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് യുനോ മറ്റുള്ളവരെന്ത് പറയും എന്നുള്ളതല്ല, എന്താ പറയാ, ഒരു വർക്ക് എന്താണ് ഒരു കംപ്ലീറ്റ് ആവണത് അതൊരു ടീം വർക്ക് ആയിട്ട് അത് കംപ്ലീറ്റ്ലി ഉദ്ദേശിക്കുന്ന പോലെ സാധനം ഔട്ട് വരുമ്പോഴാണ്. അപ്പൊ ഞാൻ ഉരുഷിച്ച പോലെ ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ടില് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് കൊടുത്തതിന് ശേഷം പോയി സ്ക്രീനിൽ നോക്കണ ഒരു പരിപാടിയേ ഇല്ല. ചേച്ചി പരിപാടി കഴിഞ്ഞ ചേച്ചി അവിടെ ഇരിക്കും, ചേച്ചി കൂളാണ്, ചേച്ചിക്ക് അത് കാണാൻ ഇഷ്ടമല്ല. അത് കാണാൻ പണ്ടേ അങ്ങനെ ഇല്ല, ചേച്ചി ട്രസ്റ്റ് ഇൻ ദ ഡയറക്ടർ. അപ്പൊ അതുകൊണ്ട് ചേച്ചിക്ക് അങ്ങനെ പോയി നോക്കേണ്ട ആവശ്യം. നമ്മളൊക്കെ പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോയി നോക്കും. So what are the films that you have worked after Ullu? ഉള്ളൊഴുക്ക് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്ത മൂവിയാണ് പല്ലൊട്ടി 90s കിഡ്സ്. പിന്നെ അതുപോലെ തന്നെ അതർ മൂവീസ്, ഒരു അപസർപ്പക കഥ എന്ന് പറഞ്ഞിട്ടൊരു മൂവി, അത് ഇറങ്ങിയിട്ടില്ല. പല്ലൊട്ടി 90s കിഡ്സ് ആക്ച്വലി കിഡ്സ് മൂവീസ് അവാർഡ് കിട്ടിയതാണ്, സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ബട്ട് തിയേറ്ററിൽ വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു എന്താ പറയുക, സാജിദ് യാഹിയ ആണ് അതിന്റെ ഇത് പ്രൊഡ്യൂസർ, സിനിമാ പ്രാന്തൻ. അപ്പൊ അതും തിയേറ്ററിൽ എപ്പോ വരും ഇങ്ങനെ ഇടയ്ക്ക് ഞാനിങ്ങനെ അതിന്റെ ഡയറക്ടറിനോട് ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിൻ്റെ ഒരു കുഞ്ഞു സീനാ ചെയ്തിരിക്കണേ. അതായത് ഒരു സൈജു കുറുപ്പ് പറയുന്ന, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണ കഥയ്ക്കകത്ത് എനിക്ക് മനസ്സിലായത് ഇങ്ങനെയാട്ടോ, ഇനി കണ്ടാലേ അറിയാൻ പറ്റുള്ളൂ. കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണ കഥയുടെ വരുന്ന ഒരു പിക്ചറൈസേഷനിൽ വരുന്ന ഒരു ഭൂതത്താന്റെ കഥ പറഞ്ഞു കൊടുക്കണം. അതിൻ്റെ അകത്ത് ആ പിക്ചറൈസേഷനിൽ വരുന്ന ഒരു അമ്മ, ഒരു നിസ്സഹായായ അമ്മ, അത് ബ്യൂട്ടിഫുൾ പിക്ചറൈസേഷൻ ആയിരുന്നു അതിന്റെ. അത് വന്നിട്ടുണ്ടെങ്കിൽ ബിഗ് സ്ക്രീനിൽ അത് ഭയങ്കര രസമായിരിക്കും അത് കാണാൻ. ഉള്ളവർക്ക് കഴിഞ്ഞ് പിന്നെ ചെയ്ത ഒരു മൂവി മന്ദാകിനിയും കൂടിയാണ്, ഇപ്പൊ റീസെന്റ് ഇറങ്ങിയ മന്ദാകിനി. മന്ദാകിനിന്റെ അകത്ത് ഒരു കുഞ്ഞു റോളാണ് ആക്ച്വലി എനിക്ക് വേണ്ടിയിട്ട് അവർ വെച്ചിരുന്നത്. ഒരു എന്താണ് പറയുക, ത്രൂ ഔട്ട് റോളാണ് അതിൻ്റെ അകത്ത്. ബട്ട് ഡ്യൂ ടു മൈ എന്താ പറയാ സർട്ടൻ സിറ്റുവേഷൻസ് ഐ കുഡ് നോട്ട് ടേക്ക് അപ്പ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു ഭാഗമാകാൻ പിന്നെ നിർബന്ധിച്ചിട്ട് അവര് എന്നെ കൊണ്ട് എന്താ പറയാ, അതിൻ്റെ അകത്ത് സുജിത് വാസു എന്ന് പറഞ്ഞ ഗണപതിയുടെ മദറിന്റെ ഒരു റോളുണ്ട്. ഇവര് വന്നിട്ട് ചോദിക്കുന്ന ഒരു സീന്, അതായത് അവനുണ്ടോ എന്ന് വീട്ടിൽ വന്ന് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന പോലെ പോയി. അത് പക്ഷെ സോങ് കട്ടിന്റെ ഇടയിൽ അങ്ങനെ ആയിപ്പോയി അത്, ആ സീന്. ആക്ച്വലി നമ്മൾ അത് ചെയ്തപ്പോ ഇറ്റ് വാസ് എ സീനായിട്ട് ചെയ്ത, പക്ഷെ ആ സോങ് അങ്ങനെ വന്നിട്ട് അതിൻ്റെ അകത്തേക്ക് അത് പിന്നെ അവർ കട്ട് ചെയ്തിട്ട് അത് ചെയ്തിട്ട് പിന്നെ അതിലേക്ക് പോകുമ്പോ ആ സോങ്ങിന്റെ ഭംഗി അങ്ങ് പോകും. അപ്പൊ അതുകൊണ്ട് അത് സോങ്ങിൽ കൂടെ അങ്ങനെ പോകുന്ന ഒരു സീനായി, ജസ്റ്റ് ഒരു കുഞ്ഞു ഡയലോഗായിട്ട് അങ്ങനെ പോയി. അപ്പൊ എന്നാലും ഞാൻ പറയാം, ഐ വാസ് എ പാർട്ട് ഓഫ് ഇറ്റ്. ഐ എം സോ ഹാപ്പി. അവരുടെ എല്ലാ തരത്തിലുള്ള പ്രൊമോഷൻ വർക്ക്സിനും ഞാൻ ഉണ്ടായിരുന്നു അവരുടെ കൂടെ ഫ്രം ദ ബിഗിനിങ്. ആക്ച്വലി ആ വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് മുതലേ നമ്മള് ഒരു ഗ്രൂപ്പായിട്ട്, ഒരു ടീമായിട്ട് അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ദേ ആർ വൺ ഓഫ് മൈ, എന്താ പറയാ, എല്ലാവരും അതിൻ്റെ അകത്ത് ആ ടീമിലുള്ള എല്ലാവരും ദേ ആർ മൈ വെരി ക്ലോസ് ഫ്രണ്ട്സ്. അപ്പൊ അതിൻ്റെ അകത്ത് ക്യാമറ ചെയ്തിരിക്കുന്ന ഷിജു ചേട്ടന്റെ തന്നെയാണ് സ്റ്റോറി ഇത്. അപ്പൊ ഷിജുചേട്ടൻ സ്വന്തം ഏട്ടനാണ്. അപ്പൊ അതുകൊണ്ട് പക്ഷെ ഏറ്റവും വലിയ, ഞാൻ എപ്പോഴും പറയും ഷിജുചേട്ടാ ഇതൊരു നഷ്ടബോധമായി പോയി എനിക്കെന്ന് എപ്പോഴും പറയും ഞാൻ. പക്ഷെ ഷിജുചേട്ടൻ പറയും സിനിമ കിടക്കല്ലേ നമുക്കിനി ചെയ്യാൻ, ഇതൊക്കെ എന്ത് എന്ന് പറയും. ഞാൻ എന്നാലും ഷിജുചേട്ടാ ഇതൊരു നഷ്ടബോധമായി പോയി, ഞാൻ എപ്പോഴും പറഞ്ഞോണ്ടിരിക്കുന്നതാണത്. ഇതെന്ന് പറയാ, ഇപ്പൊ സിനിമ വരും. എന്താ പറയാ, എല്ലാരും പറയുന്ന പോലെ, എന്താ പറയാ, നമ്മളല്ല സിനിമ ചൂസ് ചെയ്യുന്നത്, സിനിമ നമ്മളെ ചൂസ് ചെയ്യും എന്ന് പറയുന്ന പോലെ ഇത്തരം പറയപ്പോ അത് വരും, വരാനുള്ളതാണെങ്കിൽ വന്നിരിക്കും എന്ന് പറയപ്പോ. സോ ദാറ്റ് ഇസ് ഓൾസോ വൺ ഓഫ് മൈ വർക്ക് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു തമിഴ് സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഇതുപോലെ തന്നെ തിയേറ്ററിൽ ഇറങ്ങി, ബട്ട് ഐ വാസ് നോട്ട് ഏബിൾ ടു സീ. എനിക്ക് തോന്നുന്നു ഇവിടെ ഇറങ്ങിയിട്ടില്ല. ഇവിടെ തിയേറ്റേഴ്സിൽ പാലക്കാട് ആ സൈഡിലൊക്കെ ആ മൂവി ഇറങ്ങിയുള്ളൂ.
നിയതി എന്ന് പറഞ്ഞിട്ടൊരു മൂവിയാണത് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് ചെയ്തത് വെബ് സീരീസുകളാണ്. മനസ്സറിയും ഈ യന്ത്രം, ആദ്യം ജോലി പിന്നെ കല്യാണം എന്ന് പറഞ്ഞിട്ട് 2 വെബ് സീരീസ്, ജിസ്ന ആൻഡ് വിമൽ എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലിൽ വരുന്ന ഒരു 4 എപ്പിസോഡ് ഒരു സീരീസും ഒരെണ്ണം ഒരു 3 എപ്പിസോഡ് സീരീസിനകത്ത് ഒരു എപ്പിസോഡേ ചെയ്തിട്ടുള്ളൂ. അത് ഭയങ്കര വൈറലായതാണ്. അത് വെച്ചിട്ട് എവ്രിബഡി റെക്കഗ്നൈസസ് മീ. ഇപ്പോ അതായത് മനസ്സറിയും ഈ യന്ത്രം എന്ന് പറഞ്ഞ അവരുടെ 2ാമത്തെ സീരീസ് ഇറങ്ങി കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുമ്പോൾ ആദ്യത്തെ സീരീസിലെ ക്യാരക്ടർ ഭയങ്കര ഏജ്ഡ് ക്യാരക്ടറാണ്, ഒരു 50+ ക്യാരക്ടറാണ് കാണിക്കുന്നത്, നരയൊക്കെ ഇട്ടിട്ടുള്ള ക്യാരക്ടർ. അതിനകത്ത് നല്ല വണ്ണമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ മനസ്സറിയും ഈ യന്ത്രത്തിന്റെ അകത്ത് ഇറങ്ങിയ സമയത്ത് എന്താണ് പറയാ, കണ്ട എന്നെ വെച്ചിട്ട് ആൾക്കാർ അമ്മിണിയമ്മ അല്ലേ എന്ന് ചോദിച്ചിട്ട്, ആ ക്യാരക്ടറിന്റെ പേര് അമ്മിണിയമ്മ എന്നാ. അപ്പൊ അയ്യോ അമ്മിണിയമ്മ അല്ലേ എന്ന് ചോദിച്ചിട്ട് വന്നിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ ഓഫീസിലൊക്കെ പോകുമ്പോൾ ഞാൻ ആരുടെ അധികം പറഞ്ഞിട്ടില്ല ഇങ്ങനെ മൂവി റിലീസായ കാര്യം. അപ്പൊ കുറച്ച് ടീച്ചേഴ്സ് ഒക്കെ കണ്ടിട്ട് വന്നിട്ട് ചോദിച്ചു, അയ്യോ ഞാൻ ഉള്ളോർക്ക് കണ്ടപ്പോ തൊട്ട് വിചാരിക്കുന്നുണ്ട്, അയ്യോ ഈ ആളെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അത് മാം ആയിരുന്നല്ലേ അഭിനയിച്ചത്. അത് അയ്യോ നല്ലായിരുന്നു. ഐ ഹവ് ബീൻ ഗെറ്റിംഗ്, എനിക്ക് ഇതുപോലെ പോസിറ്റീവ് ഫീഡ്ബാക്സ് കിട്ടിയിട്ടില്ല ഇൻ മൈ ലൈഫ് ടൈം. ഈവൻ എന്താ പറയാ, മനസ്സറിയും ഈ യന്ത്രവും, ആദ്യം ജോലി പിന്നെ കല്യാണം, വിവാഹഭവനം ഇറങ്ങിയിട്ട് പോലും എനിക്ക് എന്ന് വെച്ചാൽ സ്ക്രീൻ സ്പേസ് നല്ലോണം കിട്ടിയ 3 വർക്ക്സ് ഇത് 3ആണ്. ഈ 3 ഇതിൽ വർക്ക് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്സിനെക്കാട്ടിലും ഡബിൾ ഫീഡ്ബാക്ക്, പോസിറ്റീവ് ഫീഡ്ബാക്സ് ആണ് എനിക്ക് ഉള്ളോടത്തിൽ നിന്ന് കിട്ടുന്നത്. ബട്ട് ഐ നെവർ എക്സ്പെക്ടഡ് ദിസ്, ഐ നെവർ എവർ എക്സ്പെക്ടഡ് ദിസ്. So you're talking about your profession. അതിനെ കുറിച്ച് ഒന്ന് പറയും. ഐ എം വർക്കിംഗ് ആസ് എ PRO, പബ്ലിക് റിലേഷൻ ഓഫീസർ, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, KVM എന്ന് പറഞ്ഞിട്ട്, ചേർത്തല ഈസ് മൈ പ്ലേസ്. അപ്പോ എന്റെ ഹോം ടൗൺ ചേർത്തലയാണ്. അപ്പോൾ ചേർത്തലയിൽ KVM ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ട്. അവരുടെ ട്രസ്റ്റിന്റെ തന്നെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, ഇവർക്ക് ദേ ഹാവ് എഞ്ചിനീയറിംഗ് കോളേജ്, പോളിടെക്നിക് കോളേജ്, ഫാർമസി, MBA MCA, ആർട്സ് കോളേജ്, നഴ്സിംഗ് കോളേജ്, നഴ്സിംഗ് സ്കൂൾ, പാരാമെഡിക്കൽസ് എല്ലാം ഉണ്ട്, GNM ANM എവറിത്തിങ്. സോ ഇതിന്റെയൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ ട്രസ്റ്റിന്റെ PRO ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ബട്ട് ഐ മോസ്റ്റ്ലി ഹാൻഡിൽ BTech, പോളി, ആർട്സ് ആൻഡ് ഫാർമസി ആണ്. കാരണം അതൊരു ക്യാമ്പസ് ആണ്. അതർ കോളേജസ് ആർ ഇൻ എ ഡിഫറെന്റ് ക്യാമ്പസ്. സോ ഈ കോളേജസിന്റെ ഇൻചാർജ് ആയിട്ട്, ബട്ട് ബേസിക്കലി ഞാൻ 6 ഇയേഴ്സ് ആയിട്ട്, കഴിഞ്ഞ 6 ഇയേഴ്സ് ശരിക്കും പറഞ്ഞാൽ ലാസ്റ്റ് 6 ഇയേഴ്സ് ഐ വാസ് ഇൻ ടു ആക്ടിങ്. അതിന് മുമ്പ് 6 ഇയേഴ്സ് ഐ ഹാഡ് ബീൻ വർക്കിംഗ് ആസ് എൻ HR. അപ്പോ HR ആയിരുന്നു പ്രൊഫഷൻ. ഐ ഹാഡ് മൈ ഓൺ ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ഉണ്ടായിരുന്നു, വാല്യൂൺ HR സൊല്യൂഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു കൺസൾട്ടൻസി ഉണ്ടായിരുന്നു. പാർട്ട്ണർഷിപ്പ് ഫേം ആയിരുന്നു, വർക്കിംഗ് പാർട്ട്ണർ ആയിട്ട് ഐ ഹാഡ് ദിസ് കമ്പനി. പിന്നെ സെക്കൻഡ് പ്രഗ്നൻസി ആയപ്പോൾ ഐ ഹാഡ് ടു ലീവ് എവറിത്തിങ്. അത് പനമ്പള്ളി നഗറിലായിരുന്നു ഓഫീസ്. അതിന് മുമ്പ് വേറെ കുറെ കമ്പനീസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ 6 ഇയേഴ്സ് ഓഫ് വർക്കിംഗ് എക്സ്പീരിയൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് 6 ഇയേഴ്സ് ഓഫ് ആക്ടിങ് എക്സ്പീരിയൻസ്, ആൻഡ് ദെൻ അഗെയിൻ ബാക്ക് ഇൻ ടു ബോത്ത്. ഐ എം ട്രൈങ് ടു ബാലൻസ് ബോത്ത് ദീസ് തിങ്സ്. അപ്പോ ഇപ്പൊ ഒരു വെബ് സീരീസ് കൂടി ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് എന്താ പറയാ, ഓൺ ദ പ്രോസസ്, ജസ്റ്റ് ഇങ്ങനെ കുറച്ച് പതുക്കെ ഷൂട്ട് ചെയ്ത് പോണ ഒരു വെബ് സീരീസ് ആണത്. സോ അവരെന്റെ കൺവീനിയൻസ് നോക്കിയിട്ട് എനിക്ക് സെക്കൻഡ് സാറ്റർഡേ ആൻഡ് സൺഡേസ് മാത്രമാണ് ഇപ്പൊ അവൈലബിലിറ്റി ഉള്ളത് ആസ് ഓഫ് നൗ. ബിക്കോസ് അധികം അങ്ങനത്തെ ഒരുപാട് വർക്ക്സ് വരുന്നില്ല. ബട്ട് ക്വാളിറ്റി ആയിട്ടുള്ള ചെറിയ വർക്ക്സ് മാത്രമേ ഞാൻ എടുക്കുള്ളൂ. വരുന്നുണ്ട് വർക്ക്സ്, പക്ഷെ ക്വാളിറ്റി ആയിട്ടുള്ളത് നോക്കിയിട്ട് എടുക്കുന്ന, ഞാൻ സെലക്ട് ചെയ്തിട്ട് എടുക്കുന്ന ഭയങ്കരമായിട്ട് ഇപ്പോ. കാരണം ഐ ഹാവ് ടു ബാലൻസ്. ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ കൺസിസ്റ്റന്റ് അല്ലാത്തൊരു ഫീൽഡാണ് ഒരു ആർട്ടിസ്റ്റിന് ഈ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. സോ നിലനിന്ന് പോവാൻ വേണ്ടിയിട്ട് ഐ നീഡ് എ ജോബ്. സോ അതുകൊണ്ട് ഐ ടുക്ക് അപ്പ് ദിസ് ജോബ്. കാരണം 2 വർഷമായിട്ട് ഐ വാസ് വെയിറ്റിംഗ് ഫോർ ഉള്ളൊഴുക്ക്. കാരണം ഐ ന്യൂ ദാറ്റ് ഇത് ഇറങ്ങി കഴിഞ്ഞാൽ എന്തെങ്കിലും, ബിക്കോസ് അത് കഴിഞ്ഞിട്ട് ഐ കുഡ് സ്റ്റാൻഡ് ഇൻ ദ സെയിം പൊസിഷൻ ആൻഡ് ഗോ എന്നുള്ള രീതിയിൽ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ബട്ട് ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇറ്റ് വിൽ ടേക്ക് ടൈം. എവറിത്തിങ് ഹാസ് ഇറ്റ്സ് ടൈം. എല്ലാത്തിനും സമയമുണ്ട് ദാസ എന്ന് പറയുന്ന പോലെ ഐ ഹാവ് ടു വെയിറ്റ്. അപ്പൊ ആ വെയിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ പറയാ, എന്നെ സർവൈവ് ചെയ്ത് എനിക്ക് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ഐ നീഡ് എ സപ്പോർട്ട്. ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് എന്താണെങ്കിലും വേണമല്ലോ. നമ്മുടെ ഡയറക്ടർ ആയാലും ചെയർമാൻ ആയാലും നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പൽ ആയാലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവാ. എവറി പ്രിൻസിപ്പൽസ് കേട്ടോ. MBAയുടെ ആർട്സ് കോളേജിന്റെ നമ്മുടെ BTechന്റെ പ്രിൻസിപ്പൽ ആയാലും ഭയങ്കര സപ്പോർട്ടീവാ. അവരൊക്കെ മൂവി കണ്ടിട്ട് ഭയങ്കര പോസിറ്റീവ് ഫീഡ്ബാക്ക് ആയിരുന്നു. Have you found anything like quite challenging ആയിട്ട് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു എപ്പോഴും ചെയ്യുമ്പോൾ? എവ്രി ക്യാരക്ടേഴ്സ്. ഇപ്പൊ നമ്മളല്ലാണ്ട് നമ്മൾ മാറി നിന്ന് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ചലഞ്ചിങ്.
എനിക്ക് ഒരു ക്യാരക്ടർ പറഞ്ഞു തരുമ്പോ ഇപ്പോ ഷേബയെ കുറിച്ചിട്ട് ക്രിസ്റ്റു എനിക്ക് പറഞ്ഞു തരുമ്പോ എനിക്കുള്ളിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ആ ഷേബ എന്താ അനുഭവിച്ചെന്നുള്ളത് ആ ഒരു സ്ഥാനത്ത് നിന്നിട്ട് എനിക്ക് അത് എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ഓരോ സംഭവങ്ങളും ഷേബയെ കുറിച്ച് പറഞ്ഞു തന്നത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്കറിയാം അത് ശരിയല്ലെന്നുണ്ടെങ്കിലും ആ ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞു തരുമ്പോ പക്ഷെ ആ ക്യാരക്ടറിന്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അതെല്ലാം ശരികളാ. അമ്മ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയണത് ശരിയാണ്. കാരണം അവളുടെ ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അവളുടെ ശരിയാണ്. അവളുടെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ അവളുടെ ശരികളാണ്. ഷീ വാസ് ബോട്ടപ്പ് ലൈക്ക് ദാറ്റ്. അവൾ കണ്ടിരിക്കുന്ന അവളുടെ അമ്മ അങ്ങനെയാണ്. അവളുടെ റോൾ മോഡൽ അവളുടെ അമ്മ അങ്ങനെയാണ്. അവളുടെ അച്ഛൻ എങ്ങനെയായിരിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടും ഒരു ബാക്ക് സ്റ്റോറി എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്താണ് പറയാ ക്രിസ്റ്റോ. അപ്പോ അപ്പോ അമ്മ ചെയ്യുന്ന തെറ്റാന്ന് പല സ്ഥലത്തും അവൾക്ക് ചെറുപ്പത്തിൽ മുതൽ ഫീൽ ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പൊ ഇതൊക്കെ പറയുമ്പോ ഓരോ ക്യാരക്ടറിനെ കുറിച്ചിട്ട് ഒരാൾ പറഞ്ഞു തരുമ്പോ എനിക്ക് ബേസിക്കലി ഹ്യൂമൻ ഒരു ഹ്യൂമാനിറ്റി ലെവലിൽ ഒരാൾക്ക് എങ്ങനെയായിരിക്കും ഫീൽ ചെയ്യുക അത് ഐ ഫീൽ ഇറ്റ്. എനിക്കറിയില്ല അതെങ്ങനെ പറയാൻ. എന്റെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരും ചില സമയത്ത് അത് ആ ഒരു ക്യാരക്ടറിനെ കുറിച്ച് കേൾക്കുമ്പോ. അത് ഞാൻ പല സ്ഥലത്ത് ഇതിനു മുമ്പ് എനിക്ക് നേരത്തെ ഡയലോഗ്സ് തന്നിട്ടുള്ള വിവാഹാവാഹനത്തിലായാലും അതുപോലെ ഇപ്പൊ ഉള്ളൊഴുക്കിലായാലും ഡയലോഗ്സ് നേരത്തെ നമുക്ക് തന്നിട്ടുള്ളതുകൊണ്ട് നമ്മൾ ആ സ്ക്രിപ്റ്റ് തന്നിട്ടുള്ളത് കൊണ്ട് നമ്മൾ ഇത് നേരത്തെ മറ്റുള്ളവരെല്ലാവരുടെയും കൂടി നിന്ന് ചെയ്യുന്ന സീനാണല്ലോ. അപ്പോ എന്താ പറയാ നേരത്തെ പ്രിപ്പയർ ചെയ്യാം എന്ന് വിചാരിച്ച് എപ്പോ ചെയ്തിട്ടുണ്ടോ അപ്പോഴൊക്കെ കൊളായിട്ടുണ്ട്. എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഓവർ പ്രിപ്പയർഡ് ആവുമ്പോ ഭയങ്കര ആർട്ടിഫിഷ്യാലിറ്റി വരും. അപ്പൊ എനിക്ക് നാച്ചുറൽ ആയിട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതേസമയം അത് മനസ്സിലാക്കിയിട്ട് കാരണം എങ്ങനെയൊക്കെ വന്നാലും ഡയലോഗിന്റെ കാര്യത്തിൽ അവിടെ സീനിൽ ലൊക്കേഷനിൽ എത്തുമ്പോൾ കാരണം ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലാണ്. ചിലവർക്ക് ഡയലോഗ് അങ്ങനെ തന്നെ വേണം, അത് നിർബന്ധമായിരിക്കും. നമ്മൾ ഡയലോഗ് കറക്റ്റ് നോക്കിയിട്ട് പോകണം. പക്ഷെ ക്രിസ്റ്റോയുടെ കേസിലാണെങ്കിൽ ഇംപ്രൊവൈസേഷൻ നടന്നിട്ടുണ്ട് പല സ്ഥലത്തും. എങ്ങനെയാണ് വായിൽ വരുന്ന കംഫർട്ടബിൾ ആയിട്ട് വരുന്നത്, പക്ഷെ ആ സ്ലാങ് പിടിക്കണം. അപ്പൊ ആ സ്ലാങ് വരാൻ വേണ്ടിയിട്ട് ചേച്ചിക്ക് അറിയാം ഓരോ സ്ഥലത്തെയും സ്ലാങ് നന്നായിട്ട് അറിയാം. പിന്നെ എനിക്കറിയാം ആലപ്പുഴ ഈ ചേർത്തല കഴിഞ്ഞ് ആലപ്പുഴയ്ക്ക് പോകുന്നത് വരത്തില്ല പോകത്തില്ല ഇതുണ്ട്. ഈ തില്ലയുടെ ഒരു സംഭവം വർക്ക് ഉണ്ട്. അപ്പൊ അങ്ങനെ ചേച്ചി കുറച്ച് ഇംപ്രൂവൈസ് ചെയ്യും. ചേച്ചി കുറച്ച് കറക്റ്റ് ചെയ്ത് തരും. ഇതിങ്ങനെ വേണ്ട ക്രിസ്റ്റോ, ഇതിങ്ങനെ വന്നാലേ കറക്റ്റ് ആവുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞു എന്നിട്ട് ആ സമയത്ത് ചേഞ്ച് വരുമ്പോഴത്തേക്കും ഞാൻ ഈ തലയിൽ കിടക്കുന്ന എന്റെ ഈ നോക്കിയിട്ട് വന്ന ഡയലോഗാ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും അയ്യോ കംപ്ലീറ്റ്ലി ഇറ്റ് വിൽ ടേക്ക് ടൈം ഫോർ മീ. എനിക്ക് പിന്നെയും എന്റെ തലയിൽ കിടക്കണം ഞാൻ നോക്കിയിട്ട് വന്ന സ്ക്രിപ്റ്റ് ആണ്. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ഇതിവിടെ നടക്കില്ല. സോ ഇറ്റ്സ് ബെറ്റർ ഡോണ്ട് ലുക്ക്. ആ സമയത്ത് എന്താ വേണ്ടേന്നുള്ളത് അറിഞ്ഞിട്ട് പോവുക ആൻഡ് ദെൻ ഗോ ദർ. അത് കഴിഞ്ഞിട്ട് വാട്ട് എവർ യു ഫെൽറ്റ് യു ഗീവ് ഇറ്റ്. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ദാറ്റ് ഇസ് ദ ടെക്നിക് വാട്ട് ഐ യൂസ് നോർമലി. അത് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. ഇപ്പൊ ഉള്ളൊഴുക്കിന്റെ കേസിൽ അത് വർക്ക്ഔട്ട് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്ക്. വെരി ഗുഡ്. രസമുള്ള ഒരു പ്രോസസ് ആണ് ഐ തിങ്ക്. ഇറ്റ് വാസ് നോട്ട് ഈസി കേട്ടോ. ഇറ്റ് വാസ് നോട്ട് ഈസി. എന്താ പറയാ ഉള്ളൊഴുക്ക് എല്ലാവരുടെ ഉള്ളിലും ഉള്ളൊഴുക്ക് ഉണ്ടായിരുന്നു ആ ഷൂട്ട് ത്രൂ ഔട്ട്. ഒന്നാമതേന്ന് പറഞ്ഞാൽ ഏറ്റവും ഞാൻ കയ്യിൽ നിന്ന് വിട്ടുപോയ എന്റെ ഒരു സീനാണ്. കയ്യിൽ നിന്ന് വിട്ടുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺകൺട്രോളബിൾ ആയി പോയ ഒരു സീനാണ് ലാസ്റ്റത്തെ സീന്. അതായത് എനിക്ക് കണ്ണുനീര് നാച്ചുറൽ ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഉള്ളിൽ നിന്ന് ഫീൽ ചെയ്താൽ മാത്രമേ എനിക്ക് നാച്ചുറൽ ആയിട്ട് വരാൻ പറ്റില്ല. അല്ലാതെ ആക്ഷൻ പറയുമ്പോൾ പെട്ടെന്ന് അങ്ങനെ വരും തോന്നുന്നില്ല. ഈ ക്രിസ്റ്റോയുടെ പരിപാടി ഉണ്ട് ഗ്രാജുവലി വന്നാൽ മതി എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അതായത് പറഞ്ഞ് ഫീൽ ചെയ്ത് വരുമ്പോ നാച്ചുറൽ ആയിട്ട് കണ്ണ് നിറയും. ലാസ്റ്റത്തെ സീന് എൻഡിങ് സീന് അതായത് ക്രിമേഷന്റെ സീനുണ്ട്. അവിടെ പൊട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ അത് കരണ സീനാണ്. ക്രെയിൻ വെച്ചിട്ട് എടുക്കുന്ന സീനായിരുന്നു. സോ വൈറ്റ് ഷോട്ട് ഉണ്ട്, എന്താണ് പറയാ അല്ലാതെ ഉള്ള ഷോട്ട്സും ഉണ്ട്. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് ഇവര് എടുക്കുന്നത് എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് ഒന്നും അറിയില്ല. വി വർ ജസ്റ്റ് സ്റ്റാൻഡിങ് ദയർ. ആക്ഷൻ പറയുമ്പോ നമ്മൾ ഈ സീൻ നടക്കാണ്. സോ നമ്മൾ എല്ലാവരും ഉമ്മ വയ്ക്കുന്ന സീനുണ്ട്. ആൻഡ് അൺകൺട്രോളബിളി ഞാൻ കരഞ്ഞു പോകുന്ന സീനുണ്ട്. അത് ആക്ട് ചെയ്ത് പക്ഷെ അൺകൺട്രോളബിൾ ആയി പോയി എന്ന് പറഞ്ഞാൽ കട്ട് പറഞ്ഞിട്ടും എനിക്ക് ഒച്ചയില് കരഞ്ഞോണ്ടിരിക്കുക. ഐ വാസ് സ്ക്രീമിങ് ലൈക്ക് ഐ വാസ് ക്രൈങ് ആൻഡ് ക്രൈങ്. ഉറക്കക്കരിയെന്ന് പറഞ്ഞ ഒരു മരിച്ച വീട്ടിലൊരു മരണം നടന്നിട്ട് എന്റെ ബ്രദർ അല്ലെങ്കിൽ ഞാൻ എനിക്ക് ചിന്ത വന്നത് എന്റെ മോന്റെ കാര്യം ചിന്തിച്ചു പോയത്. അവൻ ഈ സ്ഥാനത്ത് കിടക്കണമെങ്കിൽ എനിക്കറിയില്ല, ഞാൻ മനഃപൂർവ്വം വിചാരിച്ചല്ല, ഓട്ടോമാറ്റിക്കലി അവന്റെ മുഖം എന്റെ കണ്ണിലേക്ക് വരുന്നതും എങ്ങനെ ഞാൻ കരഞ്ഞ് അൺകൺട്രോൾ ആയി പോയിട്ട് റോസമ്മ എന്നെ ഇങ്ങനെ അള്ളി പിടിച്ചിട്ട് ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പൊ
ആ ഒരു സീന് ഭയങ്കര ഇമോഷണൽ ആയി പോയ സീനാ. ഇപ്പോഴും അത് മൂവിക്കകത്ത് അത് കാണുമ്പോഴും ഐ കുഡ് സീ ദാറ്റ്. എന്റെ മുഖമൊക്കെ ഇപ്പൊ എന്താ പറയാ, ഞാൻ തന്നെ എനിക്ക് ഞാൻ വിചാരിച്ചായിരുന്നു മനസ്സിലെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയ്യോ ആ സീൻ എന്റെ കയ്യിൽ നിന്ന് വിട്ട് പോയല്ലോ, അൺകൺട്രോളബിൾ ആയി പോയത് എങ്ങനെ വന്നിട്ടുണ്ടാവും കൂടി അറിയില്ല, മനസ്സിൽ ഓർത്തായിരുന്നു. ബട്ട് അതാ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉള്ളിൽ നിന്ന് ഫീൽ ചെയ്ത് കൊണ്ടായിരിക്കണം ആ സീൻ അങ്ങനെ ആയി പോയത് എന്ന് ഞാൻ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, അതാണ് ആ ഒരു പ്രോസസ്സാണ് ഞാൻ ബേസിക്കലി യൂസ് ചെയ്യുന്നത്. അത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് അറിയില്ല. ചിലപ്പോൾ ഗ്രാജുവലി എക്സ്പീരിയൻസ് കൊണ്ട് നമ്മളത് മാറ്റിയിട്ട് നമ്മൾ വേറെ ടെക്നിക്ക് യൂസ് ചെയ്യായിരിക്കാം. ബട്ട് ബേസിക്കലി ഞാനിപ്പോ അങ്ങനെ പഠിച്ചിട്ടൊന്നും അല്ല. നാച്ചുറലി എനിക്ക് വരുന്നത് ആ സമയത്ത് ഞാൻ എപ്പോഴും ചിന്തിക്കാൻ ശ്രമിക്കണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു ക്യാരക്ടറിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ ചിന്തിക്കുമായിരുന്നു എന്ന് ചിന്തിച്ചിട്ട്, പക്ഷെ ആ ക്യാരക്ടറിനെ ഇവർക്ക് വേണ്ടത്, അതായത് ഡയറക്ടർ പറഞ്ഞ ക്യാരക്ടറിനെ ഉള്ളുകൊണ്ട് ഫീൽ ചെയ്തിട്ട് അവർക്ക് എന്തായിരിക്കും ഫീൽ ചെയ്യാന്നുള്ളതാണ് ഞാൻ കൊടുക്കാൻ ശ്രമിക്കാറുള്ളത്. അത് കിട്ടുന്നില്ലെങ്കിൽ അവർ പറയുമായിരിക്കുമല്ലോ, അതാണ് വിചാരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അതില് ആ ഒരു കരച്ചില് കേൾക്കുന്നത് സ്മൃതിയുടെ ഐ മീൻ ഷേബ ക്യാരക്ടർ കരയണത് അല്ലെ? അതിൽ അതെ 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 സിംഗ് സൗണ്ട് ആയിരുന്നുകൊണ്ട് മൈക്ക് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു കരച്ചിൽ സീന് സ്പെഷ്യലി. അത് ഫസ്റ്റ് ബോഡി വരുന്ന സീനിലും ഇതുപോലെ മൈക്ക് തന്നിട്ടുണ്ടായിരുന്നു. ട്രെയിലറിന്റെ അകത്ത് കേൾക്കുന്ന ഒരു കരച്ചിലിന്റെ അകത്ത് ഞാൻ എന്റെ അമ്മയോട് പറഞ്ഞു, അമ്മ എന്റെ തന്നെ മുഖം കാണുന്നില്ലെങ്കിൽ ആ കരച്ചിൽ കേൾക്കണേ. അയ്യോ, എന്റെ അടുത്ത് ഡബിങ്ങിന്റെ സമയത്തും എന്താ പറയാ, നമ്മള് കുറച്ച് ഡബിങ് ചെയ്യേണ്ടി വന്നായിരുന്നു നമുക്ക്. ചില സീൻസ് എത്ര സീൻസ് ഉണ്ടാന്ന് പറഞ്ഞാലും കുറച്ച് സീൻസ് നമുക്ക് എന്താണെങ്കിലും വരുമല്ലോ. അപ്പൊ അതിൽ പാച്ച് പോലെ കുറച്ച് ഡബ് ചെയ്ത സമയത്ത് ഇങ്ങനെ പറഞ്ഞായിരുന്നു, കുറച്ച് ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലും രീതിയിൽ എനിക്ക് നാച്ചുറലി കരയുമ്പോ അയ്യോ എന്ന് ഇങ്ങനെ വരും. അയ്യോ അയ്യോ എന്ന് വരും. അതുപോലെ മറ്റേ ഇതിലേക്ക് മോർച്ചറിയിലേക്ക് ബോഡി വെക്കുന്ന സീന്, അയ്യോ അത് ദാറ്റ് വാസ് എ റിയൽ ഹ്യൂമൻ ബീങ്. യു വിൽ നോട്ട് ബിലീവ്. അവനല്ല, പ്രശാന്ത് അല്ല, ബട്ട് ശരിക്കും ഒരു മനുഷ്യനെ തന്നെയാണ് അതിന്റെ അകത്തേക്ക് വെക്കുന്നത്. അയ്യോ അത് കാണുമ്പോ തന്നെ ഞങ്ങൾ എന്നിട്ട് വെച്ചിട്ട് കട്ട് പറയാം അപ്പൊ തന്നെ എടുക്കും ആള്. ജസ്റ്റ് ഉള്ളിലേക്ക് ഫുൾ കയറ്റുന്നുണ്ടായിരുന്നില്ല, ഉള്ളിലേക്ക് വെക്കുന്ന സീനില്. ബട്ട് ഇറ്റ് വാസ് ദ റിയൽ ഹ്യൂമൻ ബീങ്. ഐ മീൻ അവിടെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു അസിസ്റ്റന്റ് പയ്യനായിരുന്നു. എന്താ തോന്നുന്നു, എനിക്ക് ആരാന്ന് കറക്റ്റ് ഓർമ്മയില്ല, ബട്ട് അത് ശരിക്കും ഒരു മനുഷ്യനായിരുന്നു. അപ്പൊ എനിക്ക് മോർച്ചറി സീനൊക്കെ ഫസ്റ്റ് ടൈം എന്റെ ലൈഫിൽ കാണുന്നത്. ഞാൻ ശരിക്കും മനുഷ്യനെയാണോ ഇത് വെക്കുന്നത്, അത് എന്തിനാ അത് ഡമ്മി വെച്ചാ പോലെ, ഇതൊക്കെ ഞാൻ മനസ്സിലാലോചിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത്ര പോലും പെർഫെക്ഷനിസ്റ്റ് ആണ് ക്രിസ്റ്റോ. അത് പറയുമ്പോൾ പ്രശാന്തിന്റെ ഒക്കെ പല സീൻസ് ഇങ്ങനെ ഓർമ്മ വരാം. യുനോ ഹൗ സ്ട്രെയിൻഫുൾ ഹി വുഡ് ഹാവ് ആ ഒരു സംഭവം എടുത്തു അയ്യോ, വെച്ചാൽ. ലാസ്റ്റ് സീനില് പ്രശാന്തിന്റെ മുഖത്ത് മറ്റേ ഭസ്മം പോലത്തെ ഇത് സംഭവം ഇടുന്നുണ്ടല്ലോ, മുഖത്ത് വൈറ്റ് കളറിലെ പൗഡറാണോ എന്താണ് അവർ ഇട്ടെന്ന് എനിക്കറിയില്ല, ആർട്ടിനെ സമ്മതിക്കണത്. അത് കണ്ടു കഴിഞ്ഞപ്പോ നമുക്കവിടെ നിൽക്കുമ്പോഴൊക്കെ ഈ മെഴുകുതിരിയുടെയും ഇതിന്റെയൊക്കെ മണവും കംപ്ലീറ്റ്ലി നമുക്കറിയാലോ, നമ്മളൊരു മരണ വീട്ടിൽ പോയി നിൽക്കുമ്പോഴുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ, കുറച്ചു നേരം കഴിയുമ്പോൾ നമുക്കിങ്ങനെ ഭയങ്കര സഫോക്കേഷൻ ആയിരിക്കും. ആ ഒരു എല്ലാവരുടെയും കരച്ചിലും ഫീലും ഒക്കെ കാണുമ്പോൾ നമുക്ക് അധികം നേരം നിൽക്കാൻ പറ്റില്ല മരിച്ച സ്ഥലത്ത് പോകുമ്പോ. അപ്പൊ ഇതിന്റെ അകത്ത് കിടക്കണ കാണുമ്പോ തന്നെ ഞങ്ങൾക്കൊക്കെ ഭയങ്കര ടെൻഷനാ. അവൻ കിടക്കുമ്പോ അവൻ എന്തായിരിക്കും ഫീൽ ചെയ്തതെന്ന് ചിന്തിക്കാൻ കൂടി പറ്റുന്നില്ല. ചേച്ചിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ചേച്ചിക്ക് ഇതൊക്കെ കാണുന്നത് തന്നെ ടെൻഷനാ. ഭയങ്കര ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമാണ് ആൾക്ക് ഇതൊക്കെ കാണുന്നത്. അപ്പൊ അത് കാണുമ്പോ തന്നെ ചേച്ചി വേഗം തീർക്ക് എന്നുള്ള രീതിയിലാ ചേച്ചി നിൽക്കുന്ന, പാവം. അയ്യോ, നമുക്ക് ആ ലാസ്റ്റ് ഒക്കെ ആയപ്പോ ഇതിന്റെ അകത്തേക്ക് ഇവനെ വെച്ച് കഴിഞ്ഞപ്പോ ഇല്ലേ ഭയങ്കര, അത് എന്താ പറയാ, അവിടെയൊക്കെ നമ്മൾ കരഞ്ഞതൊക്കെ ഭയങ്കര സത്യമായിട്ടും ശരിക്കും കരച്ചിട്ട് വന്നു പോയതാ. അതുപോലെ തന്നെ പ്രശാന്തിന്റെ എഫേർട്ട്, അയ്യോ, നമ്മൾ ഈ സീൻസ് ഒക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ശരിക്കും പ്രിവ്യൂ കാണുമ്പോഴാണ് ഇന്റൻസ് സീനൊക്കെ അടിപൊളിയായിട്ട് ആളെ ചെയ്തിരിക്കുന്നത്. ഒന്നും പറയുന്നില്ല, നോ വേർഡ്സ്. പാർവതിയുടെ കൂടെയുള്ള സീൻസും അതുപോലെ വയ്യാണ്ടിരുന്നിട്ട് തബല ഇങ്ങനെ കൈവച്ചിട്ട് ഇരിക്കുന്ന സീനൊക്കെ, എന്റെ അമ്മയെ ഞാൻ വിചാരിച്ചു, ദൈവമേ ഇങ്ങനെ ട്രാൻസ്ഫോം ആയി എന്ന് വിചാരിച്ച. ശരിക്കും അവന്റെ ലാസ്റ്റ് ബ്രെത്ത് എടുക്കുന്ന ആ ലാസ്റ്റത്തെ സീന്, പിന്നെ അതുപോലെ തന്നെ മറ്റേ ഇത് ഫിക്സ് വരുമ്പോഴുള്ള ഒരു സീൻ ഉണ്ടല്ലോ,
എന്താ പറയാ, അയ്യോ ഒന്നും പറയാനില്ല. എനിക്ക് അവന്റെ കൂടെ ഇരുന്ന് അവന്റെ തൊട്ടടുത്തിരുന്നിട്ടാ ഞാൻ പ്രിവ്യൂ കാണുന്നത്. അവനും അവന്റെ വൈഫും ഉണ്ടായിരുന്നു. അവന്റെ കൂടെ ഇരുന്നിട്ടാ കാണുന്നത്. ആഹ് എന്താ പറയാ, പക്ഷെ എനിക്ക് ആ എക്സൈറ്റ്മെന്റില്, കണ്ടന്റ് എക്സൈറ്റ്മെന്റിൽ എനിക്ക് എന്താ, ഞാൻ പ്രോപ്പർലി ഐ ഡിഡ് നോട്ട് ഇവൻ വാച്ച് ഇറ്റ്. ഐ വാസ് ഹാപ്പി. അയ്യോ ദിസ് ഇസ് ഫൈനലി കമ്മിങ് ഔട്ട്. ഇത് തന്നെ എന്റെ വിചാരം. ആൻഡ് സോ മെനി പീപ്പിൾ ആൻഡ് ഓൾ ദ സെലിബ്രിറ്റീസ് ആൻഡ് ഓൾ ദ ഡയറക്ടേഴ്സ് ദേ ആർ വാച്ചിങ് ദിസ്. ഓ മൈ ഗോഡ്, ഞാനിതിലുണ്ടല്ലോ. ഇതൊക്കെയാണ് എന്റെ ചിന്ത. എന്താ പറയാ, അന്ന് പോയി കാണുമ്പോഴാണ് ഞാൻ ആ സീൻസ് ഒക്കെ പ്രോപ്പർലി കാണുന്നതും മനസ്സിലാക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രശാന്തിന്റെ ആ സീൻസ് ഒക്കെ, ബോത്ത് ഓഫ് ദം, അഞ്ജു എന്താ പറയാ, പാർവതിയും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഈവൻ അർജുന്റെ കൂടെയുള്ള സീൻസ് ആണെങ്കിലും പ്രശാന്തിന്റെ കൂടെ സീൻസ് ആണെങ്കിലും വേറെ ലെവൽ, ഒന്നും പറയാനില്ല. പ്രശാന്തിന്റെ ഞാൻ അത് കഴിഞ്ഞിട്ട് അവന് മെസ്സേജ് അയച്ച, എടാ ഒന്നും പറയാനില്ല, വേറെ ലെവല്, ഇത് നിന്റെ ബെസ്റ്റ് വർക്ക് ആയിരിക്കും, നിന്റെ ഇത്രയും കരിയറിൽ ദ ബെസ്റ്റ് വർക്ക് ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞ, എടി എത്രയും ദിവസം കഴിഞ്ഞിട്ട് എന്ത് പറ്റി നിനക്ക്, നീ എന്ത് ഇപ്പൊ പറയണേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എടാ എനിക്ക് ഇപ്പഴാ നിന്റെ അടുത്ത് പറയാൻ തോന്നിയത്, അവന് ഞാൻ പറയാൻ വിട്ടുപോയതാന്ന് പറഞ്ഞു. So it was wonderful listening to you. I mean, I'm getting the real experiences of how you were on the set. So it's quite exciting. എന്തായാലും ഒരുപാട് നല്ല അവസരങ്ങൾ ഉണ്ടാവട്ടെ, കുറെ നല്ലതായിട്ട്, നല്ല ക്യാരക്ടേഴ്സ് നല്ലതായിട്ട് പെർഫോം ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ആശിഷ്, താങ്ക് യു സോ മച്ച്. ആക്ച്വലി ഇറ്റ് വാസ് ഹോണർ ഫോർ മീ, എന്നെ ഇങ്ങനെ ഒരു പരിപാടിയിൽ നിങ്ങളുടെ ചാനലിലേക്ക് വിളിച്ചത്. ഇങ്ങനെ ദിസ് വാസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ഫോർ മീ. ആൻഡ് എനിക്കറിയില്ല വാട്ട് ഇസ് ഇൻ എന്താ പറയാ, എനിക്ക് വേണ്ടി എന്താ ഇനിയുള്ള കരിയറിൽ എന്താ വെയിറ്റ് ചെയ്യുന്നതെന്നുള്ളത് എനിക്കറിയില്ല. ബട്ട് ഐ വിൽ കീപ് ട്രൈങ് ദ സെയിം വേ. ഇതുപോലെ തന്നെ എഫേർട്ട് ഇട്ടോണ്ടേയിരിക്കും. ഇപ്പോഴും ഓഡിഷൻസ് വിളിച്ചു കഴിഞ്ഞാൽ പോവാൻ ഞാൻ റെഡിയാണ്, എപ്പോഴാണെങ്കിലും പോവാൻ റെഡിയാണ്. അങ്ങനെയുള്ള ഒരു മടിയില്ല. അപ്പൊ ചെയ്യണം. എനിക്കറിയില്ല, ഇതിന്റെ പാഷനാന്ന് തന്നെ തിരിച്ചറിയാൻ ഞാൻ ഒരുപാട് ലേറ്റ് ആയിരുന്നു. ഇതൊരു പാഷനാണെന്ന് തിരിച്ചറിയണത് ബിക്കോസ് എത്ര വർക്ക് ചെയ്താലും നമുക്കൊരു മടുപ്പും തോന്നില്ല. എത്ര അസുഖം വന്നിരുന്നാലും ഒരു വർക്ക് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ചാടി എണീറ്റ് പോകും. സോ അപ്പൊ അസുഖം ഇല്ല. ഞാൻ ആലോചിക്കും എന്റെ നടുവേന, കഴുത്തുവേന, തലവേദന, ഇതൊക്കെ എവിടെ പോയി എന്ന് ആലോചിക്കും ആ സമയത്ത്. സോ ഇറ്റ് കീപ്സ് മീ ഹാപ്പി ആൻഡ് എനർജറ്റിക്. സോ താങ്ക് യു സോ മച്ച്. Thank you so much. So all the best to you too for your channel.